രോഗികൾക്ക് വേണ്ടിയുള്ള പ്രത്യേക പ്രാർത്ഥനാ ശുശ്രൂഷ നടക്കും. അതേ തുടർന്ന് ഇവിടെ അനേകം വ്യക്തികൾ ഇവിടെ വന്ന സമയം മുതൽ അനേകം വ്യക്തികൾക്ക് ക്യാൻസർ രോഗത്തിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതായി വ്യക്തിപരമായി പലരും നേരിട്ട് കാണുകയും അതോടൊപ്പം തന്നെ പലരും വൈദികരും അതുമായ സുഹൃത്തുക്കളുമൊക്കെ പറഞ്ഞ് അറിയുകയും ചെയ്തു. ഈ പ്രദേശത്ത് ക്യാൻസർ രോഗം കടന്നു വരുന്നതിന് ചില പ്രത്യേക കാരണങ്ങളുണ്ട്. അതിലേക്ക് നമ്മൾ കടക്കുന്നില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് ദൈവനാമത്തിൽ ഉറപ്പു തരുന്നു. പഴയ കാലത്തെ വൈദികരുടെ പ്രാർത്ഥനാ പുസ്തകത്തിൽ പകർച്ചവ്യാധികളെ വിലക്കുന്നതിനുള്ള പ്രാർത്ഥന ഉണ്ടായിരുന്നു. പുതിയ പരിഷ്കരിച്ച പുസ്തകങ്ങളിൽ അത് കാണാനില്ല. എങ്കിലും ഒരു കാലത്ത് നമ്മുടെ വൈദികർ പകർച്ചവ്യാധികൾക്കെതിരെ വസ്തുവകകളെയും പറമ്പിനെയും ആദായത്തെയും മനുഷ്യരെയും ഉപദ്രവിക്കുന്ന പകർച്ചവ്യാധികൾക്കെതിരെ കരമുയർത്തി ആശീർവദിച്ച് അതിനെ ബന്ധിച്ച് പ്രാർത്ഥിച്ചിരുന്നു. ആ കാലഘട്ടത്തിൽ അതിൻ്റെ പ്രയോജനം ദൈവജനം അനുഭവിച്ചിരുന്നു. ഈ കാലഘട്ടത്തിൽ അങ്ങനെയുള്ള മാരകമായ മരണകരമായ വ്യാധികൾക്കെതിരെ പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് ദൈവം അഭിഷേകം നൽകിയവർ വിശ്വാസത്തോടെ കരമുയർത്തി അത് കടന്നു വരരുത് എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ അതൊരിക്കലും നമ്മുടെ കുടുംബങ്ങളിലേക്ക് കടന്നു വരികയില്ല എന്ന് വിശ്വസിക്കുന്നവർക്ക് പ്രാർത്ഥിക്കാനും അങ്ങനെയുള്ള ബന്ധന മേഖലകളെ ബന്ധിച്ച് പ്രാർത്ഥിക്കാനും ഇന്നത്തെ ദിവ്യകാരുണ്യ ആരാധനയിൽ അവസരമുണ്ടായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഈ ആരാധനയുടെ സമയത്ത് എത്ര ബുദ്ധിമുട്ട് സഹിച്ചാണെങ്കിലും നമ്മൾ ഈ പ്രാർത്ഥനാ ശുശ്രൂഷകളിൽ സംബന്ധിക്കുക. അതുപോലെ തന്നെ അനേകം വ്യക്തികൾ വിസയുടെ തടസ്സങ്ങൾ, ജോലി സംബന്ധമായ മേഖലകളിലെ തടസ്സങ്ങൾ, അതുപോലെ തന്നെ റെസിഡൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പേപ്പറുകൾ ലഭിക്കുന്നതിനുള്ള കാലതാമസം, നിയമപരമായ പല തടസ്സങ്ങളുടെ പേരിൽ അനേകം വ്യക്തികൾ ഇവിടെ വേദന അനുഭവിക്കുന്നതായി ഈ ദിവസങ്ങളിൽ അറിയാൻ കഴിഞ്ഞു. അതും ഇന്നത്തെ ആരാധനയുടെ സമയത്ത് ദൈവത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ഒരു വിഷയം കർത്താവിന് സമർപ്പിച്ചുകൊണ്ട് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ 100% അതിനകത്ത് ദൈവിക ഇടപെടൽ കാണാൻ വരുന്ന ദിവസങ്ങളിൽ നമുക്ക് സാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ എടുത്തു പറഞ്ഞ് ചില മേഖലകൾ പ്രാർത്ഥിക്കാനായിട്ട് പോകുന്നത്. ഒരു ശ്രദ്ധയോടെ നമുക്ക് വചനം കേൾക്കാം. അടിസ്ഥാനപരമായ ആത്മീയ സത്യങ്ങൾ നിങ്ങളോട് സംസാരിക്കണമെന്ന് ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് നൽകിയ പ്രചോദനമനുസരിച്ച് ഞാൻ 1-2 അടിസ്ഥാന ദൈവിക സത്യങ്ങളെ കുറിച്ച് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. സ്വരമുയർത്തി പറയാം. ഹല്ലേലൂയ. സ്വരമുയർത്തി ഹല്ലേലൂയ. നമ്മൾ ഭക്ഷണം കഴിച്ചതിന് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഹല്ലേലൂയ, ഹല്ലേലൂയ. സഹോദരങ്ങളെ, ഒന്നാമതായി നമ്മൾ തിരിച്ചറിയേണ്ട വലിയൊരു സത്യം, നമ്മളൊരു മുസ്ലിം മതവിശ്വാസം വളരെ കൃത്യമായി അനുഷ്ഠിക്കുന്ന ഒരു രാജ്യത്താണ് നാം വസിക്കുന്നത്. നമ്മുടെ സഹോദരങ്ങളാണ് ഇസ്ലാം മതവിശ്വാസികൾ. നമ്മൾ ഈ മതവിശ്വാസികൾ അവരുടെ മതപരമായ നിയമങ്ങൾ വളരെ കൃത്യമായി അനുശാസിക്കുകയും അനുസരിക്കാൻ പലരെയും നിർബന്ധിക്കുകയും ചെയ്യുന്ന ഒരു രാജ്യത്ത് ദൈവം നമ്മളെ കൊണ്ടുവന്ന് താമസിപ്പിക്കുമ്പോൾ ദൈവം നമ്മളോട് ചില കാര്യങ്ങൾ അവരെ കണ്ട് പഠിക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ പ്രവാസികൾക്ക് വേണ്ടി മാത്രമുള്ള ദൈവിക ദൂതുകളാണ്. പ്രവാസികളെ കുറിച്ചുള്ള ദൈവിക ദൂതുകളാണ് നമ്മൾ ഇനി പറയാൻ പോകുന്ന അടിസ്ഥാനപരമായ ദൈവിക സത്യങ്ങൾ. ഒന്നാമത്തേത്, അനേകം കുടുംബങ്ങൾ ഇപ്പോഴും തകർച്ചയിൽ കഴിയുന്നതിൻ്റെ വലിയ ഒരു കാരണമായി ദൈവാത്മാവ് വെളിപ്പെടുത്തി തന്ന നിങ്ങൾക്ക് വേണ്ടി പങ്കുവെക്കാനായി ഞാനിവിടെ വരുന്നതിന് മുമ്പേ എനിക്ക് വളരെയേറെ ആഴമായി ബോധ്യപ്പെട്ടൊരു സംഗതി ഞാൻ നിങ്ങളോട് പങ്കുവെക്കുകയാണ്. ഒന്നാമത്തെ കാര്യം ഇതാണ്. മലയാളി കേട്ടതുപോലെ ദൈവവചനം ലോകത്തിലെ ഒരു ജനവിഭാഗവും കേട്ടിട്ടില്ല. മലയാളി ദൈവവചനം കേട്ടതുപോലെ ലോകത്തിലെ യാതൊരു ജനവിഭാഗവും ദൈവവചനം ഇത്രയേറെ കേട്ടിട്ടില്ല. 127-ലധികം ഔദ്യോഗിക ധ്യാനകേന്ദ്രങ്ങളും അതിലധികം അനൗദ്യോഗിക വചന പ്രഘോഷണ വേദികളുമായി കേരളത്തിൽ 100 കണക്കിന് വചന കൂടാരങ്ങളുണ്ട്. ആയിരക്കണക്കിന് 10,000-കണക്കിന് വ്യക്തികൾ ഓരോ ആഴ്ചയിലും ധ്യാനം കൂടുന്നുണ്ട്. ഡിവൈൻ ധ്യാനകേന്ദ്രത്തിലും സഹിയോൻ ധ്യാനകേന്ദ്രം അട്ടപ്പാടിയിലും മാത്രം ഓരോ മാസവും ലക്ഷക്കണക്കിന് ആളുകൾ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നുണ്ട്. മലയാളി കേട്ടതുപോലെ ദൈവവചനം കേരളത്തിനകത്തും ഇന്ത്യക്കകത്തും ഇന്ത്യക്ക് വെളിയിലും മലയാളി കേട്ടതുപോലെ ദൈവവചനം ലോകത്ത് ഒരു ജനതയും കേട്ടിട്ടില്ല. സ്വരമുയർത്തി പറയാം ഹല്ലേലൂയ. അത് വാസ്തവത്തിൻ്റെ ഒരു വശം. ഇനി യാഥാർത്ഥ്യത്തിൻ്റെ രണ്ടാമത്തെ വശം, മലയാളി കടന്നു ചെന്നതുപോലെ ലോകത്തെ
ഹല്ലേലൂയ. ഈ രണ്ട് കാര്യങ്ങളും ചേർത്ത് വെച്ച് ദൈവാത്മാവിന്റെ മുമ്പിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന്റെ ആത്മാവ് ഒരു കാര്യം വെളിപ്പെടുത്തും. പ്രിയപ്പെട്ടവരെ, മലയാളി കേട്ടതുപോലെ ദൈവവചനം ലോകത്തൊരു ജനതയും കേട്ടിട്ടില്ല. മലയാളി ചെന്നെത്തിയതുപോലെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ വേറൊരു ജനതയും ചെന്നെത്തിയിട്ടില്ല. ഇത് തമ്മിൽ ചേർത്ത് വെക്കുക. എന്താണപ്പോൾ മലയാളിയുടെ ദൈവനിയോഗം? 2013 കർത്താവിന്റെ ആത്മാവ് മലയാളിയെ ഏൽപ്പിക്കുന്ന ദൈവിക നിയോഗം, പ്രിയപ്പെട്ടവരെ, ലോക സുവിശേഷവൽക്കരണം മലയാളിയുടെ ഉത്തരവാദിത്വമാണ്. ലോകത്തെ സുവിശേഷം അറിയിക്കേണ്ട ജോലി മലയാളിയുടേതാണ്. സ്വരമുയർത്തി പറയാം, ഹല്ലേലൂയ, ഹല്ലേലൂയ. സഹോദരങ്ങളെ, ഇത് നിങ്ങൾ വെറും വാക്കായി തള്ളിക്കളയരുത്. ദൈവത്തിന്റെ ആത്മാവിൽ ഞാനൊരു കാര്യം നിങ്ങളോട് സംസാരിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവിൽ ഞാനൊരു സത്യം നിങ്ങളോട് പ്രഖ്യാപിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ പലരുടെയും കുടുംബ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാവാത്തതിന്റെ കാരണം സുവിശേഷത്തിന് വേണ്ടി ഒരു പ്രവൃത്തി ചെയ്യാൻ നിന്റെ കുടുംബത്തിൽ ഒരു സാധ്യത ദൈവം തുറന്നു തന്നിട്ട് നീ അത് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ നിന്റെ കുടുംബത്തിന്റെ തകർച്ചയുടെ ഒരു കാരണം സുവിശേഷത്തിന് വേണ്ടി നീ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. സ്വരമുയർത്തി പറയാം, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് പ്രവാസികളെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് ദൈവവചനം അറിയിക്കാനാണ് ദൈവം വിട്ടത്. ഈ കാര്യത്തിൽ ആരും ഒരു ഉദാസീനതയും ഭാവിക്കരുത്. അതിന്റെ കാരണം വേദപുസ്തകത്തിൽ തന്നെയുണ്ട്. ജെറുസലേമിലാണ് ക്രിസ്തീയ മതം ആരംഭിച്ചത്. ജെറുസലേമിൽ നിന്ന് ക്രിസ്തു മതം യൂദയായിലേക്കും സമരിയായിലേക്കും ലോകത്തിന്റെ അതിർത്തികളിലേക്കും ക്രിസ്തുവിന്റെ സുവിശേഷം പ്രഘോഷിക്കപ്പെട്ടത് ജെറുസലേമിൽ മതപീഡനമുണ്ടായി ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്കും യഹൂദന്മാർ ചിതറിപ്പാർത്തപ്പോഴാണ്. ലോകത്തിന്റെ നാനാഭാഗത്തേക്കും ക്രിസ്ത്യാനികൾ ചിതറിപ്പോയ ഒരു കാലത്താണ് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ യേശുവിന്റെ സുവിശേഷം പ്രഘോഷിക്കപ്പെട്ടത്. മലയാളികളെ, പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് മലയാളികളെ ഗൾഫ് രാജ്യങ്ങളിലും വിദേശ രാജ്യങ്ങളിലും കർത്താവ് കൊണ്ടു നിർത്തിയെങ്കിൽ, അങ്ങനെ കൊണ്ടു നിർത്തുന്നതിന് മുമ്പ് നമ്മുടെ കുടുംബങ്ങളെ നല്ല നല്ല ഇടവകളിൽ വേദപാഠം പഠിപ്പിച്ച് പൗരോഹിത്യത്തിന്റെ ശുശ്രൂഷകൾ ഏറ്റുവാങ്ങി വേദപാഠം മതപാഠം അഭ്യസിച്ച് വചനം പഠിച്ച് ധ്യാനകേന്ദ്രങ്ങളിൽ പോയി വചനം കേട്ട് ദൈവാനുഭവമുള്ളവരായി ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് മലയാളിയെ ദൈവം അയച്ചത്. എന്റെ പ്രിയപ്പെട്ടവരെ, ലോകത്തോട് സുവിശേഷം പറയാനുള്ള ഉത്തരവാദിത്വം മലയാളിയുടേതാണ്. സ്വരമുയർത്തി പറയാം, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ദൗത്യം നീ ചെയ്യുന്നില്ലെങ്കിൽ, ഈ ദൗത്യം ചെയ്യാൻ വീടിന്റെ വാതിലുകൾ നീ തുറന്നിടുന്നില്ലെങ്കിൽ, ഈ ദൗത്യത്തിന് വേണ്ടി നിന്റെ കുഞ്ഞുങ്ങളെ നീ ഒരുക്കുന്നില്ലെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ കുടുംബങ്ങളിലേക്ക് കടന്നു വരാൻ സാധ്യതയുള്ള അനേകം അനുഗ്രഹങ്ങൾ തടയപ്പെടും. ഈ രാജ്യത്ത് ജോലിക്ക് വേണ്ടി വന്ന നാനാജാതി മതസ്ഥരായ അനേകം ആളുകളുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കാം. ഒന്നാമത്തെ ഇതാണ്, സ്വന്തം മതവിശ്വാസത്തിൽ ആഴപ്പെടാനാണ് ഈ കുവൈറ്റിലെ ഇസ്ലാം സഹോദരങ്ങൾ നമ്മുടെ നാട്ടിലെ മനുഷ്യരോട് എപ്പോഴും അവരുടെ ജീവിതം കൊണ്ട് ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ട് ഉദാഹരണങ്ങൾ നിങ്ങളോട് ഞാൻ പറയാം. ഒന്നാമത്തേത്, തൃപ്പൂണിത്തുറ എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ കോളേജിൽ ഒരു സാറ് കൂടി കോളേജിൽ നിന്ന് ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി തിരുവനന്തപുരത്തെ തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരു സൂപ്പർ ഫാസ്റ്റിൽ കയറി രാവിലെ 6 മണിക്ക് 10 മണിക്കകത്തോ 10:30-കകത്തോ ഞങ്ങൾക്ക് തൃപ്പൂണിത്തുറയിൽ എത്തണം. പക്ഷേ ആ ബസ് കൊല്ലത്തെത്തിയപ്പോൾ ഞങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി, രാത്രി 9 മണിയായാലും ഈ ഡ്രൈവറാണ് വണ്ടി ഓടിക്കുന്നതെങ്കിൽ ഈ ബസ് തൃപ്പൂണിത്തുറയിൽ എത്തില്ല. കൊല്ലം വരെ സർവീസ് നിന്നു. ഞാൻ സാറിനോട് പറഞ്ഞു, കൊല്ലം സാറേ, നമുക്ക് ഈ വണ്ടിയിൽ ഇറങ്ങിയിട്ട് വേറെ ഏതെങ്കിലും വണ്ടിയിൽ കയറി പോവാം. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, വെച്ചാൽ നമുക്ക് കായംകുളം വരെ നോക്കാം. കായംകുളം ചെന്നപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ 8:30 മണി 9 മണിയൊക്കെ ആയി. വളരെ പതുക്കെയാണ്. അദ്ദേഹം വളരെ ക്ഷമാശീലനായ, സംയമനമുള്ള, വളരെ ശാന്തതയുള്ള ഡ്രൈവറാണ്. അദ്ദേഹത്തിൻ്റെ പിന്നാലെ വരുന്ന എല്ലാ വണ്ടികളോടും അദ്ദേഹം പറയും, എളുപ്പപ്പോളൂ, ഞങ്ങൾ പൊരുത്തില്ല. സൂപ്പർ ഫാസ്റ്റ് എന്നാണ് അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്. സൂപ്പർ ഫാസ്റ്റാണ്. അത് സൂപ്പർ സ്ലോയിലാണ്. മറ്റേ കള്ളുകുടിയും ഉണ്ടായിരുന്നെങ്കിൽ, നേരത്തെ പറഞ്ഞ കഥയിലെ കള്ളുകുടിയും വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ ഡ്രൈവർക്ക് സ്പീഡ് കൂടിയാണ്. പക്ഷേ ഞങ്ങളാണ് അതിനകത്ത്
ഫ്രണ്ടിലിരിക്കുന്നത്. അതുകൊണ്ട് വളരെ സാവധാനം അദ്ദേഹം ക്ഷമാശീലനായി വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്കാണെങ്കിൽ ദേഷ്യവും വാനിശവും ഒന്നും വന്നിട്ട് ഇത് പോകുന്നില്ല. അവിടെ ചെല്ലേണ്ട സമയം കഴിയും. ഞാൻ ആ സാറിനോട് പറഞ്ഞു, പൊന്നു സാറേ, പൈസ ഞാൻ കൊടുത്തോളാം സാറേ, നമുക്ക് ടാക്സി വിളിച്ച് പോകാം. അദ്ദേഹം എൻ്റെ നിർബന്ധത്തിന് വഴങ്ങി കായംകുളത്ത് ഇറങ്ങി. കായംകുളത്ത് നിന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടി ടാക്സി വിളിച്ചു. അപ്പോൾ അതൊരു ചെറിയ കാറാണ്. ആ കാർ ഓടിക്കുന്നത് ഒരു ചെറുപ്പക്കാരനാണ്. വളരെ സുന്ദരനായ, നല്ല ആരോഗ്യമുള്ള, നല്ല കണ്ടാലൊരു ലുക്കുള്ള ഒരു ചെറുപ്പക്കാരനെയാണ് ഞങ്ങൾ വിളിച്ചത്. കാരണം ഞങ്ങൾക്ക് പെട്ടെന്ന് പോകണം. അപ്പോൾ ചെറുപ്പക്കാരനാവുമ്പോൾ പെട്ടെന്ന് വിളിച്ചോളുമല്ലോ. അപ്പം ഞാൻ കയറും മുമ്പേ അവരോട് പറഞ്ഞു, പൊന്നു മോനെ 10:30 മണിക്ക്, മാക്സിമം 11 മണിക്ക് തൃപ്പൂണിത്തുറയിൽ കൊണ്ടുവിടണം. അവൻ പറഞ്ഞു, പൊന്നു സാറന്മാരെ കയറിക്കോ, നിങ്ങളെ ഞാൻ 10 മണിക്ക് കൊണ്ടുവിടാം. ഇതൊരു സാധാരണപ്പെട്ട വണ്ടിയൊന്നുമല്ല, ഇത് വളരെ വേഗത്തിലോടുന്നൊരു വണ്ടിയാണ്. ഏതായാലും എനിക്ക് സന്തോഷമായി. അപ്പോൾ സാറ് എൻ്റെ അടുത്ത് പറഞ്ഞു, മുമ്പിൽ ഇരുന്നോളാം പറഞ്ഞു. ഞാൻ പറഞ്ഞ പുറകിൽ ഇരുന്നോളാം, കാരണം വളരെ സ്പീഡിലാണ് എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് എന്തെങ്കിലും ഉപദ്രവമുണ്ടായാൽ എൻ്റെ മുമ്പിലിരിക്കണം, പുറകിൽ ഇരുന്നോളാം. ഞങ്ങൾ രണ്ടുപേരും കൂടെ പുറകിലിരുന്നു. അങ്ങനെ വണ്ടി പോവാണ്. അപ്പോൾ വിശപ്പാണെങ്കിൽ സഹിക്കാൻ വയ്യ. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ എവിടെയെങ്കിലും പെട്ടെന്ന് ഭക്ഷണം കിട്ടുന്ന കടയുണ്ടെങ്കിൽ ഒന്ന് നിർത്താവോ, നമുക്കിങ്ങനെ കാപ്പി കുടിച്ചിട്ട് പോയാലും. അവൻ പറഞ്ഞു, എന്നെ കൊണ്ട് സാറന്മാരെ നമുക്കറിയാവുന്ന ഒരു കടയുണ്ട്, അവിടെ കയറാം. അവനൊരു കടയുടെ മുമ്പിൽ, ഹോട്ടലിന് മുമ്പിൽ കൊണ്ടുവന്ന് വണ്ടി നിർത്തി. അവനോട് പറഞ്ഞു, പെട്ടെന്ന് ധൃതിയിൽ പോകാനുള്ളതാണ്, പെട്ടെന്ന് ഭക്ഷണം കൊടുക്കണം. അപ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഞാനും ഈ സാറും കൂടെ പോകുമ്പോൾ ഞാൻ ഈ ചെറുപ്പക്കാരനോട് പറഞ്ഞു, മോനെ വാടാ, നീയാവാ, നമുക്ക് ഭക്ഷണം കഴിക്കാം. അപ്പോൾ അവൻ പറഞ്ഞു, എനിക്ക് വേണ്ട സാറേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്നാണ് നിനക്ക് വേണ്ടാത്ത, നിനക്ക് എന്താണ് ഭക്ഷണം വേണ്ടാത്തത്? അവൻ പറഞ്ഞു, എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നീ എന്നാ ഒന്നും കഴിക്കണ്ട, ഇപ്പോൾ ചായ കുടിക്കാം, ജ്യൂസ് കുടിക്കാം. അവൻ പറയാണ്, സാറേ എനിക്ക് വേണം. അപ്പം ഞാൻ ചോദിച്ചാൽ, ഞങ്ങളുടെ മക്കളെ നിനക്ക് പണക്കുവാണോ ഞങ്ങളോട്? ഞങ്ങൾ പാവമാണ്, ഞങ്ങൾ ആരാന്ന് പറഞ്ഞു കഴിയുമ്പോൾ നീ 2 പ്രാവശ്യം കൊണ്ട് കാപ്പി കുടിക്കും, നീ വാടാ. അവൻ പറയാണ്, സാറേ ഉള്ള കാര്യം പറയാനല്ലോ, എനിക്ക് ഇപ്പോൾ ഭക്ഷണം കഴിക്കാൻ അനുവാദമില്ല. ഞാൻ പറഞ്ഞു, ഞാൻ മുതലാളിയാണ്, എനിക്ക് ആഹാരം പോലും തരാതെ കൊണ്ട് വണ്ടി കഴിപ്പിക്കുന്ന മുതലാളി പറഞ്ഞിട്ടല്ല ഭക്ഷണം കഴിക്കാതിരിക്കുന്നത്, ഞങ്ങൾക്കിത് നോമ്പാണ് സാറേ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആലോചിച്ച് നോക്കിയപ്പോൾ നമ്മുടെ കണക്കനുസരിച്ചത് നോമ്പുകാരല്ല. അപ്പം നമുക്കറിയാത്ത നോമ്പോ സഭയിൽ. ഞാനിങ്ങനെ കൂട്ടിയിട്ട് ആലോചിച്ചിട്ട് പറഞ്ഞാൽ, മോനെ ഇപ്പം നോമ്പുകാരല്ലല്ലോടാ. അവൻ പറഞ്ഞു, സാറേ നിങ്ങൾ ഏത് മതക്കാരാണ്? ഞാൻ പറഞ്ഞു, നിങ്ങൾ ക്രിസ്ത്യാനിയാണ്. ഞാൻ മുസ്ലിമാണ് സാറേ. ഞാൻ മുസ്ലിമാണ്, ഞങ്ങൾക്കിത് നോമ്പുകാരമാണ്. ഞാൻ ഓർത്തത് റംസാൻ്റെ മാസമാണത്, ആ മാസം മുഴുവൻ അവർക്ക് നോമ്പാണ്. അവൻ എന്നോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു, നീ വേണ്ട, നീ കാപ്പി ഭക്ഷണം കഴിക്കണ്ട, നീ ചായ കുടിക്കാടാ. അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, സാറേ ഞങ്ങൾ ഉമിനീര് പോലും ഇറക്കില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ ഉമിനീര് പോലും ഇറക്കില്ല. ഞാൻ നമ്മുടെ നാട്ടിലെ ഒരു ചെറുപ്പക്കാരൻ്റെ കാര്യം പറഞ്ഞത്. പോകുന്ന വഴിയിൽ മുഴുവൻ ഇതിൻ്റെ മനസ്സിനെ അലട്ടിക്കൊണ്ടേയിരുന്നു. ഞാൻ ഓർത്തു, എൻ്റെ ഇടവകയിൽ ഞാൻ ശുശ്രൂഷ ചെയ്യുന്ന ഇടങ്ങളിൽ കുഞ്ഞുങ്ങൾ, ചെറുപ്പക്കാർ, നോമ്പുകാലം എന്ന് പറയുമ്പോൾ ഈ ടാക്സി ഓടിക്കുന്ന സാധാരണക്കാരനായ ഈ ചെറുപ്പക്കാരനുണ്ടായ ഒരു മതപരമായ തീഷ്ണതയുടെ 7-1, 10-1 തീഷ്ണത എൻ്റെ ഇടവകയിൽ ഞാൻ ശുശ്രൂഷ ചെയ്യുന്ന സ്ഥലങ്ങളിൽ, ഞാൻ കണ്ടുമുട്ടുന്ന സമൂഹങ്ങളിൽ ഞങ്ങളുടെ ചെറുപ്പക്കാർക്കില്ലല്ലോ എന്ന് ഓർത്തപ്പോൾ എനിക്ക് സങ്കടം വന്നു. രണ്ടാമത്തെ അനുഭവം ഞാൻ നിങ്ങളോട് പറയാം. ഏഷ്യയിലെ ഏറ്റവും വലിയ സ്കൂളാണ് പട്ടത്തെ സെന്റ് മേരീസ് സ്കൂൾ. ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിദ്യാലയമാണത്. 10,000-ലധികം 10-15,000 വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളാണത്. ഈ വിദ്യാലയത്തിൽ റംസാൻ മാസം നോമ്പുകാലം വന്ന സമയത്ത് ഈ സ്കൂളിലെ മുസ്ലിം കുട്ടികൾ എല്ലാവരും കൂടി അവരുടെ പ്രതിനിധികളെ പ്രിൻസിപ്പൽ അച്ഛൻ്റെ അടുത്തേക്ക് അയച്ചു. അച്ഛൻ്റെ അടുത്തേക്ക്, അച്ഛനോട് നേരിട്ട് പറഞ്ഞ സംഭവമാണ് ഞാൻ പറയാൻ പോകുന്നത്. അച്ഛൻ്റെ അടുത്തേക്ക് ഈ ഇസ്ലാം മതവിഭാഗത്തിൽപ്പെട്ട സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ പ്രതിനിധികൾ ചെന്നിട്ട് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ ഞങ്ങൾക്ക് നോമ്പ് കാലമാണ്, 12:30 മണിയാവുമ്പോൾ ഞങ്ങൾക്ക് കേശവദാസപുരത്തുള്ള ജുമാ മസ്ജിദിലേക്ക് നിസ്കരിക്കാൻ പോകണം. അച്ഛൻ പറഞ്ഞു, പോലെ മക്കളെ ഇത് സ്കൂളല്ല, ഇത് സ്കൂളാണ്. നിങ്ങൾ പള്ളിയിലല്ലല്ലോ വന്നിരിക്കുന്നത്, നിങ്ങൾ ഓത്തുപള്ളിക്കൂടത്തിലല്ലല്ലോ വന്നിരിക്കുന്നത്, സ്കൂളാണ്. നാനാജാതി മതസ്ഥരായ കുട്ടികൾ പഠിക്കുന്ന സ്കൂളായിരുന്നു. ഇന്ന് നിങ്ങളെ മസ്ജിദിൽ നമസ്കരിക്കാൻ വിട്ടാൽ നാളെ ഹിന്ദു കുട്ടികൾ വന്നിട്ട് ശബരിമല ഹിന്ദു തുടങ്ങുമ്പോൾ അവർ പറയും, ഞങ്ങൾക്ക് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ തൊഴാൻ പോകുന്നതാണ്, ഞങ്ങളെ വിടണമെന്ന് പറഞ്ഞാൽ 10,000 കുട്ടികൾ പഠിക്കുന്ന പോലെ 17,000 ഹിന്ദുക്കളാണ്. അവരെല്ലാവരും പോകും. ആദ്യമായിട്ട് ക്രിസ്ത്യാനിപ്പെട്ടാൽ പറയും, ഞങ്ങൾക്ക് പാളയം പടയും പട്ടം പടയും പോകാനുണ്ട് സാറേ, പോകണമെന്ന് പറഞ്ഞാൽ അവസാനം തിങ്കൾ മുതൽ വെള്ളി
സമയത്ത് ഈ കുട്ടികൾ പിറ്റേന്ന് മാതാപിതാക്കളുടെ കത്ത് കൊണ്ടുവന്നിരിക്കുന്നു. നൂറുകണക്കിന് ആയിരക്കണക്കിന് കുട്ടികളുണ്ട് ഇസ്ലാം മതവിശ്വാസത്തിൽപ്പെട്ടവര്. അവര് വന്നിട്ട് ടീച്ചറിനോട്, ഈ സാറിനോട് പറയാം, സത്യനോട് പറയുകയെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ പേരൻസിന്റെ ലെറ്റർ കൊണ്ടുവന്നിട്ടുണ്ട്, ഞങ്ങൾക്ക് നിശ്ചയിക്കാൻ ഞങ്ങളെ വിടണം. അത് കഴിഞ്ഞ് ഉച്ചകഴിഞ്ഞപ്പോൾ കുറെ പേരൻസ് നേരിട്ട് വന്നു. എന്നിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് നിർദ്ദേശമുണ്ട്, ഞങ്ങളുടെ മതത്തിൽ നിന്ന് ഞങ്ങളെല്ലാം നോമ്പ് കാലമാണിത്, നിങ്ങൾക്ക് പ്രാർത്ഥിക്കണം. നിങ്ങൾ ഓർക്കണം, സ്കൂളിൽ കേരളത്തിലെ പല വിദ്യാലയങ്ങളിലും ക്രിസ്ത്യൻ മാനേജ്മെന്റ് നടത്തുന്ന പല വിദ്യാലയങ്ങളിലും ഇസ്ലാം മതത്തിൽപ്പെട്ട സഹോദരങ്ങളുടെ മക്കൾ പഠിക്കാൻ വരുന്നത് ആദ്യത്തെ പീരീഡ് തുടങ്ങി കഴിഞ്ഞിട്ടാണ്. അതിന് കാരണം നിങ്ങൾക്കറിയാമോ? അവർ ഒത്തുപള്ളിക്കൂടത്തിൽ പോയി അവരുടെ മതപരമായ വിദ്യാഭ്യാസം നടത്തിയിട്ടാണ് രാവിലെ ഫസ്റ്റ് പീരീഡിന് ക്ലാസ്സിലെത്തുന്നത് പല വിദ്യാലയങ്ങളിലും. അതിന് പ്രത്യേക അനുവാദം ഒരു മാനേജ്മെന്റിന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ റോഡ് സൈഡിൽ ഈ MC റോഡിന്റെ സൈഡിൽ ഒരു പള്ളിയിൽ താമസിക്കുന്ന സമയത്ത് എല്ലാ പ്രഭാതത്തിലും ഇസ്ലാം മതത്തിൽപ്പെട്ട കുഞ്ഞുങ്ങൾ അവരുടെ പള്ളിക്കൂടത്തിൽ, പള്ളിയോട് ചേർന്നുള്ള ഓത്തുപള്ളിക്കൂടത്തിലേക്ക് പഠിക്കാൻ പോകുന്നത്, തൊപ്പിയൊക്കെ വെച്ചിട്ട് പോകുന്ന കാഴ്ച എല്ലാ ദിവസവും ഞാൻ കാണുമായിരുന്നു. അപ്പൊ ഈ അച്ഛൻ്റെ അടുത്ത് വന്നിട്ട് ഇവർ പറഞ്ഞു ഞങ്ങൾക്ക് പോകണം. അച്ഛൻ അവിടെ സ്റ്റാഫിൽ കൂടി ആലോചിച്ചു എന്താ ഇപ്പൊ ചെയ്യാൻ പറ്റുക. ആലോചിച്ച് കഴിഞ്ഞപ്പോ അവര് പറഞ്ഞു, അച്ഛാ ഈ കുട്ടികളെ 12:30 മണിയാവുമ്പോ എല്ലാ ദിവസവും നിസ്കരിക്കാനായിട്ട് വിട്ടാൽ ക്ലാസ് മുടങ്ങും. അതുകൊണ്ട് സ്കൂളിനകത്ത് തന്നെ അവർക്ക് നിസ്കരിക്കാൻ സൗകര്യം ചെയ്ത് കൊടുക്കുക. അച്ഛൻ പറഞ്ഞു നിങ്ങൾക്ക് ഞാൻ വലിയൊരു ഓഡിറ്റോറിയം വിട്ടു തരാം. അച്ഛനൊരു വലിയ ബോർഡ് കാണിച്ചു കൊടുത്തു. അവരവിടെ പോയിട്ട് വന്നിട്ട് അച്ഛനോട് 2 പ്രശ്നങ്ങൾ പറഞ്ഞു. ഒന്നാമത്തേത് അത് വൃത്തികെട്ട സ്ഥലമാണ്, വൃത്തികെട്ട സ്ഥലത്ത് ഞങ്ങൾ നിസ്കരിക്കില്ല. രണ്ടാമത്തേത് അതിന്റെ ദിശ കറക്റ്റ് അല്ല, ഞങ്ങൾക്ക് ശരിയായ ദിശയിലാണ് നിസ്കാരം നടത്തേണ്ടത്. അച്ഛൻ ദിശ കറക്റ്റായിട്ടുള്ള വൃത്തിയാക്കിയ ഒരു ഹോൾ അവർക്ക് നിസ്കരിക്കാൻ വിട്ടുകൊടുത്തു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഭയുടെ കാത്തലിക് മാനേജ്മെന്റ് നടത്തുന്ന ഏഷ്യയിലെ ഏറ്റവും വലിയ വിദ്യാലയത്തിലെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഇസ്ലാം മതത്തിന്റെ നോമ്പ് കാലത്ത് ഈ ക്രിസ്ത്യൻ മാനേജ്മെന്റിന്റെ, കാത്തലിക് മാനേജ്മെന്റിന്റെ വിദ്യാലയത്തിൽ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് നിസ്കാര പ്രാർത്ഥന നടത്തി അവരുടെ നോമ്പ് ആചരിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ മക്കളോ എന്തുകൊണ്ട് നിങ്ങളുടെ കാര്യം മനസ്സിലാക്കണം. ലോകത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ തഴച്ചു വളരുന്ന മതവിഭാഗം ക്രിസ്ത്യാനിറ്റി അല്ല. നമ്മുടെ ഈ സഹോദരങ്ങളുടെ മണ്ണിൽ നിന്നുകൊണ്ട് നാം ഒരു കാര്യം തിരിച്ചറിയണം. അവർ ചെയ്തതെന്ത്? അവരാരെയും നിർബന്ധിച്ച്, അവരാരെയും പിടിച്ച് പീഡിപ്പിച്ച് മതം മാറ്റിയെന്ന് വിശ്വസിക്കേണ്ട നമ്മളാരും. അവരെന്താണ് ചെയ്തത്? മതവിശ്വാസത്തിൽ യാതൊരു തരത്തിലും കലർപ്പില്ലാതെ, അണുവിട തെറ്റാതെ നോക്കാൻ ആദരിക്കാൻ അവർ അടുത്ത തലമുറയെ പഠിപ്പിച്ചു. കുവൈറ്റിൽ വന്നിറങ്ങിയപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ കുറച്ച് സമയമേ ഞാൻ ഈ സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്തുള്ളൂ. പക്ഷെ ഒരു കാര്യം എന്റെ മനസ്സിനെ സ്പർശിച്ചു. അതിനാണ് ഈ നാട്ടിൽ ഒരു നല്ല ശതമാനം ആളുകളും സമ്പൽ സമൃദ്ധിയിൽ കഴിയുന്നവരാണ്. ഞാൻ ചോദിച്ചു എന്റെ കൂടെ വന്ന ഒരാളോട്, ഇവിടെ പാവപ്പെട്ടവരില്ലേ? അപ്പൊ എന്നോട് പറഞ്ഞു ഭിക്ഷ എടുത്ത് കഴിയുന്നവർ വരെയുണ്ട്. എന്നിട്ട് അയാൾ തമാശ പോലെ എന്റെ അടുത്ത് പറഞ്ഞു, പക്ഷെ നല്ല വണ്ടിയിലാണ്, പ്രാണോയിലാണ് വരുന്നത്, വന്ന വണ്ടി അവിടെ ഒതുക്കിയിട്ടുണ്ട്, ഭിക്ഷ എടുത്തിട്ട് പ്രാണോയിൽ തിരിച്ചു പോകുമെന്ന് പറഞ്ഞു. തമാശയായിട്ട് പറഞ്ഞതാവും. പക്ഷെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സത്യത്തിൽ ഇവിടെ പാവപ്പെട്ടവരില്ലെന്നല്ല, ഇവിടെ അത്താഴപ്പട്ടിണിക്കാരുണ്ടാവും. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ഓർമ്മിക്കണം, മജോറിറ്റി സമ്പത്തിൽ കഴിയുന്നവരാണ്. എനിക്ക് ഈ നാട്ടിലെ കൃത്യമായ കണക്കുകളെന്ന് പറഞ്ഞുകൂടാ, എനിക്ക് എന്റെ നാട്ടിലെ കണക്കറിയാം. നിങ്ങൾ ഇസ്ലാം മതവിശ്വാസത്തിൽപ്പെട്ട ആളുകളുടെ സാമ്പത്തിക സ്ഥിതി പരിശോധിക്കുക. ഒരു ക്രിസ്ത്യാനിക്കും എണ്ണി തിട്ടപ്പെടുത്താനാവാത്തതുപോലെ സമ്പത്ത് ഇസ്ലാം മതവിശ്വാസത്തിലെ സഹോദരങ്ങളുണ്ട്. ഞാൻ അവരെ ചിന്തിക്കാനല്ല ഞാൻ പറയുന്നത്, അവരെ മാനിച്ചുകൊണ്ട്, അവരെ ബഹുമാനിച്ചുകൊണ്ട് ഞാൻ നമ്മളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഒരു കാര്യം പറയുന്നു. എന്തുകൊണ്ട് ക്രിസ്ത്യാനിക്കുള്ളതുപോലെ വിദ്യാഭ്യാസം കേരളത്തിലെ ഏത് മതവിഭാഗത്തിലെ കുഞ്ഞുങ്ങൾക്കുണ്ട്? എനിക്ക് കൃത്യമായിട്ട് അറിയാം. ക്രിസ്ത്യാനി മക്കളെ പഠിപ്പിച്ചതുപോലെ വേറെ ഒരു മതവിഭാഗവും മക്കളെ പഠിപ്പിച്ചിട്ടില്ല. എന്നിട്ടെവിടെ മക്കൾ? എന്നിട്ടെവിടെ തലമുറ നിലനിന്നത്? എവിടെ മക്കൾ മാതാപിതാക്കളെ നോക്കിയത്? എവിടെയാണ് കുടുംബങ്ങൾ നിലനിന്നത്? 10 വർഷം കഴിഞ്ഞ് ശുശ്രൂഷ
ക്രിസ്ത്യാനി കൊന്നൊടുക്കിയതുപോലെ ഗർഭപാത്രത്തിൽ വെച്ച് കുഞ്ഞുങ്ങളെ മറ്റൊരു മതവിഭാഗത്തിലെ മനുഷ്യന് കൊന്നൊടുക്കിയിട്ടില്ല. വെട്ടിക്കണ്ടിച്ച് തുണ്ടം തുണ്ടലാക്കി നമ്മുടെ മക്കളെ ഗർഭപാത്രത്തിൽ വെച്ച് ക്രിസ്ത്യാനി കൊന്നൊടുക്കിയതുപോലെ വേറെ ഒരു മതവിഭാഗവും സ്വന്തം മക്കളെ കഷണങ്ങളാക്കി കൊടുത്തിട്ടില്ല. ഞാനിവിടെ വന്നപ്പോൾ ചോദിച്ചു, ഇവിടെ അബോർഷൻ ദൈവവിധേയമാണോ? അബോർഷൻ പറ്റുമോ? എന്നോട് ഇവിടെ സഹോദരങ്ങൾ പറഞ്ഞു, ഇവിടെ അബോർഷൻ ക്രിമിനൽ കുറ്റമാണ്, ഇവിടുത്തെ ആശുപത്രിയിൽ ഇത് ചെയ്യില്ല. അബോർഷൻ ചെയ്യാൻ നാട്ടിലാണ് പോകുന്നത്. ബഹുമാന്യരായ വ്യക്തികള് നാട്ടിൽ പോയി അബോർഷൻ ചെയ്തിട്ട് വരുമെന്ന് പറഞ്ഞു. ചേർന്ന് പറയാം ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നിങ്ങളിതിന് ഹല്ലേലൂയ പറയുന്നത് എനിക്കറിയാം. സ്വരമേറ്റ് പറ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു കാര്യം ഞാൻ വ്യക്തമായി നിങ്ങളോട് പറയുന്നു. പ്രിയപ്പെട്ടവരെ, രണ്ട് കാര്യങ്ങളാണ് എന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഒന്ന്, ഗർഭപാത്രത്തിൽ വെച്ച് സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി കാരണം എന്തായാലും കുഞ്ഞുങ്ങളെ കൊലയ്ക്ക് കൊടുക്കരുത്. അത് തലമുറ അന്യം നിന്ന് പോകുന്നതിന് കാരണമാവും. ഒന്ന്. രണ്ടാമത്തേത്, ജെറമിയ പ്രവചനം 29-ാം അധ്യായത്തിൽ 6-ാമത്തെ തിരുവചനം, ജെറമിയ 29:6, ദൈവത്തിന്റെ വചനം പറയുന്നു, വിവാഹം കഴിച്ച് സന്താനങ്ങൾക്ക് ജന്മം നൽകുവിൻ. കർത്താവിന്റെ കൽപ്പനയാണത്. കല്യാണം കഴിച്ച് കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുവിൻ. നിങ്ങളുടെ പുത്രി പുത്രന്മാരെയും കല്യാണം കഴിപ്പിക്കണം. കർത്താവ് പറയുന്നത് നിങ്ങൾ ആദ്യം കെട്ടണം. അത് കഴിഞ്ഞിട്ട് അച്ഛന്മാരോടല്ല, നിങ്ങളോട്, നിങ്ങൾ ആദ്യം കെട്ടണം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ മക്കളെ എത്രയോ പെട്ടെന്ന് കെട്ടിക്കണം. 15 വയസ്സ് കെട്ടിക്കണ്ട, പ്രായപൂർത്തിയായി കഴിഞ്ഞ് കെട്ടിക്കണം. പിന്നെ കുറെ കൂടെ ജോലിയാവട്ടെ, കുറെ കൂടെ സമ്പത്തുണ്ടാവട്ടെ, പഠിപ്പിച്ചു വിട്ട ചിലവൊക്കെ വീട്ടിലോട്ടേക്ക് കിട്ടട്ടെ, അത് കഴിഞ്ഞിട്ട് കെട്ടിക്കാം എന്ന് പറഞ്ഞിരിക്കാതെ നേരത്തെ കെട്ടിക്കണം. എന്നിട്ട് വചനം പറയുകയാണ്, അവർക്കും മക്കളുണ്ടാവട്ടെ, അവർക്കും മക്കളുണ്ടാവട്ടെ. എന്നിട്ട് ആ വചനം ഇങ്ങനെ അവസാനിക്കുന്നു, നിങ്ങളുടെ സംഖ്യ കുറഞ്ഞു പോകരുത്. ക്രിസ്ത്യാനികളുടെ എണ്ണം അംഗസംഖ്യ ഓരോ സെൻസസിലും കുറഞ്ഞു വരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രവാസികൾക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് പറയാൻ ആഗ്രഹിക്കുന്ന ഒന്നാമത്തെ കാര്യം, ജോലി സംബന്ധമായ തടസ്സങ്ങൾ നിങ്ങൾക്കുണ്ടാവാം, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം, പ്രതിസന്ധികൾ ഉണ്ടാവാം, ഭാര്യ ഭർത്താവ് 2 സ്ഥലങ്ങളിലാവാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തലമുറ നിലനിൽക്കണമെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, കൂടുതൽ മക്കൾക്ക് ജന്മം നൽകുക, കൂടുതൽ മക്കൾക്ക് ജന്മം നൽകുക. ദാരിദ്ര്യമായതുകൊണ്ടല്ല ഇന്ന് ക്രിസ്ത്യാനി മക്കളെ ജനിപ്പിക്കാത്തത്, സൗകര്യത്തെ പ്രതിയാണ്. നിങ്ങൾ പറയും കല്യാണം കഴിക്കാത്ത, കുഞ്ഞുങ്ങൾ ഉണ്ടാവാത്ത ആറാട്ടുമുണ്ടന്മാർ, കത്തനാരന്മാർ എന്നും പറയാം. കുടുംബങ്ങളെ ജീവിക്കുന്നത് ഞങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, അച്ഛന്മാർക്ക് തലമുറയെ കുറിച്ച് ആകുലപ്പെടേണ്ട കാര്യമില്ല. കാരണം ഞങ്ങളിൽ ഞങ്ങളുടെ വേരറ്റു പോകുമെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഈ പണിക്കിറങ്ങിയത്. ഞങ്ങളിൽ ഞങ്ങളുടെ വേരറ്റു പോകുമെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഈ തൊഴിലിനിറങ്ങിയത്. ഞങ്ങളിൽ ഞങ്ങളുടെ തലമുറ അന്യം നിന്ന് പോകുമെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഈ കുപ്പായം ഇട്ടത്. നിങ്ങൾ അങ്ങനെയല്ല. നിങ്ങളിൽ നിങ്ങളുടെ തലമുറ നിൽക്കരുത്, നിങ്ങളിൽ നിങ്ങളുടെ തലമുറ അന്യം നിൽക്കരുത്, നിങ്ങളിൽ നിങ്ങളുടെ തലമുറ വംശമറ്റു പോകരുത്, നിങ്ങളിൽ നിങ്ങളുടെ തലമുറ എന്നേക്കുമായി അവസാനിക്കരുത്. സ്വരമെടുത്ത് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ശ്രദ്ധയോടുകൂടി ദൈവത്തിന്റെ വചനം കേൾക്കുക. എത്രയും വേഗം കല്യാണം കഴിക്കുക, എത്രയും വേഗം മക്കൾക്ക് ജന്മം നൽകുക. മക്കളുടെ എണ്ണം കുറയ്ക്കരുത്. ഞാൻ 3 കാര്യങ്ങൾ നിങ്ങളോട് പറയാം. എന്തുകൊണ്ടാണ് ഇത് മാരക പാപമാവുന്നത്? കുഞ്ഞുങ്ങളെ താമസിപ്പിക്കുന്നതും അതുപോലെ തന്നെ നിങ്ങൾ ഇത് കേൾക്കുമ്പോൾ പലർക്കും അനിഷ്ടമുണ്ടാകുമെന്നും ഇത്രയും നേരം സന്തോഷത്തോടെ ഇരുന്നവർക്ക് ഇഷ്ടക്കേടുണ്ടാകുമെന്നും നല്ലതുപോലെ അറിയാവുന്നത് കൊണ്ടാണ് ഞാനിത് പറയുന്നത്. എനിക്കറിയാതെ പ്രിയപ്പെട്ടവരെ, എനിക്ക് കുവൈറ്റിൽ ഇനി വരണ്ട, എനിക്ക് വരണ്ട. കാരണം ഞാൻ കുവൈറ്റിൽ ആജീവനാന്തം ജീവിച്ചോളാം എന്ന് പറഞ്ഞ് പട്ടം വന്നിക്ക ആളല്ല. എനിക്കിനി നിങ്ങളെന്നെ വിളിക്കേ വേണ്ട, ഇനി എനിക്ക് വരണമെന്ന് താല്പര്യമില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട് പറയുന്നു, ഇത് കേട്ടിട്ട് ഏതെങ്കിലും ഒരു കുടുംബം ഈ വചനം കേൾക്കാൻ തയ്യാറായാൽ വേറെ ഏത് കുടുംബം അന്യം നിന്ന് പോയാലും ആ കുടുംബം നിലനിൽക്കുമെന്ന് ദൈവനാമത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്നു. ചെറുത്
ചേർന്ന് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. പിള്ളേർക്ക് പറഞ്ഞു കൊടുത്താൽ മതി, മക്കൾക്കും അടുത്ത കൊച്ചുമക്കൾക്കും തലമുറയ്ക്ക് പറഞ്ഞു കൊടുത്താൽ മതി. അപ്പച്ചന്മാർ സങ്കടപ്പെടുന്നൊന്നും വേണ്ട. അതുകൊണ്ട് ഞാൻ എൻ്റെ പേര് വേറെ കല്യാണം കഴിക്കാൻ ആലോചിക്കുന്നില്ല. മാട്രിമോണി പഠിച്ചൊന്ന് കൊടുത്തേക്ക് ഇപ്പോഴും അൺലിമിറ്റഡ് ഓഫർ ചേർന്ന് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശ്രദ്ധയോടെ ദൈവത്തിന്റെ വചനം കേൾക്കുക. കൂടുതൽ കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കണം. എന്തുകൊണ്ട്? നിങ്ങൾക്ക് ബോധ്യം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അനുസരിച്ചാൽ മതി. എന്തുകൊണ്ട്? ഒന്നാമത്തെ കാര്യം, അനേകർ ചോദിക്കുകയാണ് എന്തിനാണ് കൂടുതൽ മക്കൾക്ക് ജന്മം കൊടുക്കേണ്ടത്? ഞാൻ ഒരു വൈദികം പങ്കുവെച്ചൊരു അനുഭവത്തിനോട് പറയാം. അച്ഛൻ ഒരു സ്ഥലത്ത് ധ്യാനത്തിന് വേണ്ടി പോയി. ധ്യാനത്തിന് പോയപ്പോൾ അച്ഛനെ കാണാനായിട്ട് ഒരു ചെറുപ്പക്കാരൻ വന്നു. ആ ചെറുപ്പക്കാരൻ വന്നിട്ട് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ വീട്ടിലാകപ്പാട് പ്രശ്നം, ഒരു സ്വസ്ഥതയില്ല, നിങ്ങൾക്ക് പോണോ? വഴിയില്ലാത്തതുകൊണ്ടാണോ പോവാതിരിക്കുന്നത്? ശ്രദ്ധിച്ചു കേട്ടോ, ചെറുത് ഹല്ലേലൂയ. അപ്പൊ അച്ഛൻ പറഞ്ഞു, അച്ഛൻ്റെ അടുത്ത് പറയുകയാണ്, അച്ഛാ ഒരു സ്വസ്ഥതയില്ല, ഒരു സമാധാനമില്ല, ഭാര്യ ഒരു തരത്തിലും സമാധാനം തരില്ല, അപ്പനും അമ്മയും അത്രയും പോലെ സമാധാനം തരില്ല. അപ്പൊ അച്ഛൻ ചോദിച്ചു എന്താ പ്രശ്നം? അപ്പൊ ഈ ഭാര്യയും അമ്മായിപ്പനും അമ്മായിമ്മയും തമ്മിൽ ചേരില്ല, അപ്പൊ മകനും അപ്പനും അമ്മയും തമ്മിൽ ചേരില്ല. ഈ മകൻ ശരിക്കും പറഞ്ഞാൽ ഭാര്യയുടെയും മാതാപിതാക്കളുടെയും നടുക്ക് കിടക്കും. പല ചേട്ടന്മാരുടെ അവസ്ഥ അതാണ്. ചെറുത്താനും കടലിൽ കിടക്കുന്ന അവരെ കുറിച്ചാണ് പഴഞ്ചൊല്ലുള്ളത്. കാരണം ഇതിന്റെ രണ്ടിന്റെ ഇടയ്ക്ക് കിടക്കാണ്. എന്താ ഇപ്പൊ ചെയ്യേണ്ടത്? ഭാര്യയെ കളയാൻ പറ്റുമോ? അപ്പനെയും അമ്മയും കൊല്ലാൻ പറ്റുമോ? ഒന്നും പറ്റത്തില്ല, അതിനിടയ്ക്ക് കിടക്കാണ്. അപ്പൊ ഈ ചേട്ടൻ വന്നിട്ട്, ഈ ചെറുപ്പക്കാരൻ വന്നിട്ട് പറഞ്ഞ, അച്ഛൻ എന്തെങ്കിലും, അച്ഛൻ ഒരുപാട് ഐഡിയാസ് ഉള്ള ആളല്ലേ, ഒരു ഐഡിയ പറഞ്ഞാൽ ഇപ്പൊ രണ്ട് കഞ്ഞിവെപ്പാണ് വീട്. അവ എന്താ ചെയ്തെന്ന് വെച്ചാല് ഒരു അടുക്കള ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾ ഷെയറിങ് കാര്യം ചെയ്യുന്നതല്ല ഇത്, ഒരു വീട്ടിൽ തന്നെയാണ്. ഒരു അടുക്കള ഒരു വശത്ത്. അപ്പൊ മാതാപിതാക്കളുടെ അടുക്കളയാണ്. പാത്രങ്ങളൊക്കെ സെപ്പറേറ്റ് വാങ്ങിക്കുന്നുണ്ട്, സാധനങ്ങൾ സെപ്പറേറ്റ് വാങ്ങിക്കും. ഭാര്യയുടെയും ഇയാളുടെ മക്കളുടെയും ഈ അടുക്കള വേറെ. ഉച്ചയാവുമ്പോ ഭാര്യ പറയും, ചേട്ടാ ചോറുണ്ണാൻ വാ. ഉച്ചയാകുമ്പോ അമ്മ വിളിക്കും, മോനെ ചോറുണ്ണാൻ വാ. എവിടെ പോവും? ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറാണിത്, എവിടെ പോവും? അപ്പൊ അപ്പന്റെ അമ്മയുടെ അടുത്ത് ചോറുണ്ണാന്ന് വെച്ചാൽ പെണ്ണുപിള്ള പത്തിരകളിക്ക് ഭ്രാന്ത് പിടിച്ചോണ്ടിരിക്കുകയാണ്. ഇനി പെണ്ണുപിള്ളയുടെ അടുത്ത് ചോറുണ്ണാന്ന് വെച്ചാൽ അപ്പനും അമ്മയും തല്ലിക്കൊല്ലാതിരിക്കുകയാണ്. ഇയാള് പറയണം, അച്ഛാ എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു. അപ്പൊ ഇയാള് പറഞ്ഞു, എനിക്കൊരു ഐഡിയ തോന്നിയിട്ട് കുറെ ദിവസം അത് ചെയ്തു. എന്താണ്? ഞാൻ പറഞ്ഞു, എനിക്ക് ഉപവാസമാണ്. ഉപവാസം അച്ഛാ 2-3 ദിവസമൊക്കെ ഉപവാസം എടുക്കാം, എല്ലാ ദിവസവും ഉപവാസം എടുക്കാൻ പറ്റുമോ? പിന്നെ ഹോട്ടലിൽ പോയി കഴിക്കാൻ നോക്കാം, എന്നും പോയി ഹോട്ടലിൽ പോയി കഴിക്കാൻ പറ്റുമോ? അച്ഛാ അച്ഛൻ ഒരുപാട് ഐഡിയ ഉള്ളതല്ലേ അച്ഛാ? അച്ഛൻ എനിക്ക് ഒരു ഉപദേശം. അപ്പൊ അച്ഛൻ പറഞ്ഞു, അച്ഛൻ ആലോചിച്ച് നോക്കിയിട്ട് അച്ഛൻ ഒരു ഐഡിയ ഉള്ളു. അച്ഛൻ പറഞ്ഞു, മോനെ നീ ഒരു കാര്യം ചെയ്യണം, നീ ഒരു വാടക വീടെടുത്ത് താമസിക്കും. അപ്പനെ അമ്മ ഇടയ്ക്ക് വന്ന് നോക്കിയാൽ മതി. എന്നിട്ട് നിന്റെ ഭാര്യയും മക്കളെയൊക്കെ നോക്കി നീ അവിടെ താമസിക്കും. അവൻ പറയണം, അച്ഛനൊരു അച്ഛനാണോ അച്ഛാ? എന്നെ കഷ്ടപ്പെട്ട് വളർത്തിയ എന്റെ മാതാപിതാക്കളെ നോക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ കഷ്ടപ്പാടെല്ലാം സഹിച്ചെന്റെ വീട്ടിൽ നിൽക്കുന്നത്. അപ്പോഴാണ് അച്ഛൻ പറയുന്നത് വാടക വീടെടുത്ത് പോകാൻ. അപ്പൊ അച്ഛൻ ആലോചിച്ച് നോക്കുമ്പോൾ വേറെ ടെക്നിക്കൊന്നും മനസ്സിൽ വരുന്നില്ല. രണ്ടാമത് അച്ഛൻ വീണ്ടും ആലോചിച്ചു, ദൈവമേ പരിശുദ്ധാത്മാവേ ഒരു വഴി കാണിച്ചു തരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് അച്ഛൻ പറഞ്ഞു, നല്ലൊരു ഐഡിയ ഉണ്ട്, വേറൊരു ഐഡിയ. നീ ഒരു കാര്യം, നിന്റെ ഭാര്യയെ കൊണ്ടുവന്ന് അവളുടെ വീട്ടിൽ കൊണ്ടുവിടുക, എന്നിട്ട് നീ ഇടയ്ക്കിടയ്ക്ക് പോയാൽ മതി. അവിടെ മാതാപിതാക്കൾ കൂടെ താമസിച്ചു. അവൻ പറയാണ്, അച്ഛൻ കെട്ടിക്കുമ്പോ പറയുന്നില്ലയോ, എന്താ പറയുന്നത്? ഇന്ന് മുതൽ മരണം വരെ. പണ്ടൊരു ചേട്ടൻ പറഞ്ഞു, ഇന്ന് മുതൽ മകരം വരെ. മകരം കഴിഞ്ഞ് വേറെ ടീമാണ്. അപ്പോ ഇന്ന് മുതൽ മരണം വരെ എന്താ പറഞ്ഞവരൊക്കെ പറ. ഇന്ന് മുതൽ മരണം വരെ സുഖത്തിലും ദുഃഖത്തിലും ജോലിയിലും ജോലിയില്ലായ്മയിലും പലിശയിലും കടബാധ്യതയിലും മാറ്റിയിടണം. അങ്ങനെ അപ്പൊ ഏതായാലും അങ്ങനെ പറഞ്ഞ് പ്രതിജ്ഞ എടുപ്പിച്ച് വിട്ടിട്ട് കള്ള കത്തനാരെ ദുരുപദേശം തരുന്നോ? അപ്പൊ അച്ഛൻ പറഞ്ഞു, മോനെ ഇതേ ഉള്ളു വഴി, ഒന്നീ നീ വാടക വീട്ടിൽ പോവാ, അല്ലെ പെണ്ണുമ്പിളെ കൊണ്ട് വീട്ടിൽ വിടുക, വേറെ എന്താ വഴി? അപ്പൊ അവൻ പറഞ്ഞു, അച്ഛൻ പറഞ്ഞു, നീ ഒരു കാര്യം, നിന്റെ ഭാര്യയെ ധ്യാനത്തിന് കൊണ്ടുപോവാ, ഭാര്യയെ ഉപദേശിച്ചിട്ട് നേരെ ആക്കാൻ നോക്കട്ടെ. അവൻ പറയാണ്, എന്നെ പറഞ്ഞാ ഭാര്യ വരുത്തൊന്നുമില്ല. ആ ഭാര്യയോട് ധ്യാനം കൂടാൻ വരാൻ പറഞ്ഞു. നിങ്ങൾ ആ മുതുക്കനെ മുതുക്കിയും കൊണ്ട് ധ്യാനം കുടിക്കാൻ പറഞ്ഞു.
അച്ഛൻ ചോദിച്ചു ആരെയും മുതുക്കി വീട്ടിൽ പട്ടിയുടെ വരുന്നതാണ് മുതുക്കി. അപ്പൊ ഈ മനസ്സിലായല്ലോ, നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ? വീട്ടിലുള്ള നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലായി മുതുക്കി ആരാണ്. അപ്പോ മുതുക്കിയെ പിടിച്ച് ധ്യാനം കൂടിക്കാൻ പറഞ്ഞു. അപ്പൊ അച്ഛൻ പറഞ്ഞു എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും, മുതുക്കിയോട് ധ്യാനം കൂടാൻ പറ. അപ്പൊ ഈ ചെറുപ്പക്കാരൻ പറയുകയാണ്, അച്ഛ അവര് ഒരു 100 ധ്യാനം കൂടിയിട്ടുള്ളവരാണ്, ഇനി അവരൊരു 100 ധ്യാനം കൂടെ കൂടാൻ റെഡിയാണ്. അവര് ധ്യാനം എവിടെ ഉണ്ടോ എന്ന് നോക്കി നടക്കുന്ന ടീമുകളാണ്. ചെറിയ ധ്യാനം കൂടിയിട്ട് അവർക്ക് ഒരു തൃപ്തിയില്ല. ഇനി എവിടെ ധ്യാനം എന്ന് പറഞ്ഞ് നോക്കി നടക്കുന്നവരാണ്. അങ്ങനെയുള്ള ചില ആത്മാക്കൾ നേരെ ആവശ്യമില്ല, ധ്യാനം എവിടെ ഉണ്ടോ എന്ന് നോക്കി നടക്കുക. അപ്പൊ ഏതായാലും പ്രിയപ്പെട്ടവരെ, ഈ അച്ഛൻ പറഞ്ഞു മോനെ നീ ഒരു കാര്യം ചെയ്ത് നാളെ വാ, ഞാനൊന്ന് പ്രാർത്ഥിക്കട്ടെ. ഈ ചെറുപ്പക്കാരൻ വന്നപ്പോൾ ഇങ്ങനെ നേരമ്പോക്കായിട്ടൊക്കെ പലതും പറഞ്ഞെങ്കിൽ അച്ഛൻ്റെ മനസ്സിൽ ഇത് വല്ലാതെ സ്പർശിച്ചു. അച്ഛൻ അന്ന് രാത്രിയിൽ കർത്താവിന്റെ മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു, ദൈവമേ എന്താണ് ഈ ചെറുപ്പക്കാരന് കൊടുക്കാനുള്ള ദൈവിക ദൂത്, എന്താണ് ഈ ചെറുപ്പക്കാരനോട് പറയാനുള്ള ദൈവിക ദൂത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ രാത്രിയിൽ കർത്താവ് അച്ഛന് ശക്തമായ ഒരു വെളിപാട് കൊടുത്തു, ഒരു ദൈവിക ദൂത് കൊടുത്തു. ആ സന്ദേശം ഇതാണ്. പിറ്റേന്ന് ചെറുപ്പക്കാരൻ വന്നപ്പോൾ അച്ഛൻ ആ ചെറുപ്പക്കാരനോട് ചോദിച്ചു, നിങ്ങൾ എത്ര മക്കളാണ്? അദ്ദേഹം മറുപടി പറഞ്ഞു, വെച്ചാൽ ഞാൻ ഏക മകനെ ആണും പെണ്ണുമായിട്ട് ഒന്നേ ഉള്ളെന്ന് പറഞ്ഞു. അതുകൊണ്ടല്ലേ ഞാൻ ഈ കഷ്ടപ്പാട് മുഴുവൻ സഹിച്ച് ഞാനിവിടെ നിൽക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അച്ഛൻ ആ ചെറുപ്പക്കാരനോട് നിങ്ങൾക്ക് വേദനിക്കരുത്, ആ ചെറുപ്പക്കാരനോട് അച്ഛൻ അതും ഞാൻ പറഞ്ഞതല്ല, അച്ഛൻ പറഞ്ഞത് അതുപോലെ ഞാൻ നിങ്ങളോട് പറയാം. അദ്ദേഹം ആ ചെറുപ്പക്കാരനോട് പറഞ്ഞ മോനെ, നിന്റെ കണ്ണടയുന്നത് വരെ ഈ ദുരന്തം നിന്നെ വിട്ടുമാറുകയില്ല. ഈ മാതാപിതാക്കളുടെ കണ്ണടയുന്നത് വരെ ആ വേദനയും അവരെയും വിട്ടുമാറുകയില്ല. എന്തുകൊണ്ട്? അച്ഛൻ അവരോട് ചോദിച്ചു, മാതാപിതാക്കളോട് ചോദിക്കാൻ പറഞ്ഞു, ഈ ഒരു മകനെ ഉണ്ടായിരുന്നുള്ളൂ നിങ്ങൾക്ക്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശ്രദ്ധയോടെ കേൾക്കുമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു ദൈവിക വെളിപാട് പങ്കുവെക്കാം. അത് ഇത്രയേ ഉള്ളൂ. അതായത് മാതാപിതാക്കളെ നോക്കണമെന്നുള്ള ദൈവ വിളി കിട്ടിയ മക്കളുണ്ട്. ഒരു കുടുംബത്തിൽ 5 മക്കളുണ്ടെങ്കിൽ 5 മക്കൾക്കും മാതാപിതാക്കളെ നോക്കാനുള്ള വിളി ദൈവം കൊടുത്തിട്ടുണ്ടാവില്ല. ശ്രദ്ധയോടെ കേട്ടോ, 5 മക്കൾക്കും ഒരുപോലെ മാതാപിതാക്കളെ നോക്കാനുള്ള വിളി കൊടുത്തിട്ടുണ്ടാവില്ല. ഏതോ ഒരു മകനെയോ ഒരു മകളെയോ ആ വിളി ദൈവം ഏൽപ്പിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ശ്രദ്ധയോടെ കേട്ടുകൊള്ളുക. എന്നിട്ട് എന്തുകൊണ്ട് മാതാപിതാക്കളെ നോക്കാൻ ആളില്ലെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ഇത്രയേ ഉള്ളൂ. ആ നോക്കാൻ ദൈവം ഉത്തരവാദിത്വം കൊടുത്ത കുഞ്ഞിനെ നിങ്ങൾ ജനിപ്പിച്ചിട്ടില്ല. ചേർന്ന് പറ ഹല്ലേലൂയ. മാതാപിതാക്കളെ സംരക്ഷിക്കേണ്ട കുഞ്ഞിന് നിങ്ങൾ ജന്മം കൊടുത്തിട്ടില്ല. തുണ്ടവാക്കി കഷണവാക്കി ആറ്റിലെറിഞ്ഞു. മക്കളെ നോക്കേണ്ട കുഞ്ഞിന് നിങ്ങൾ ജന്മം കൊടുത്തിട്ടില്ല. ശ്രദ്ധയോടെ കേൾക്കുക, ബാക്കി കാര്യങ്ങൾ ഞാൻ പറയാം. ഒരു കുടുംബത്തിൽ സാധാരണഗതിയിൽ അവസാനത്തെ മകനോ മകളോ ആണ് മാതാപിതാക്കളെ നോക്കണമെന്നൊരു ആഗ്രഹമൊക്കെ സാധാരണഗതിയിൽ ഉണ്ടാകുന്നത്. ആ ലാസ്റ്റ് ചൈൽഡ് നിങ്ങളുടെ വീട്ടിൽ ജനിച്ചിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഞാൻ 1920 നിന്ന് സംസാരിക്കുന്നതായി തോന്നും. ഞാൻ നിങ്ങളോട് പറയുന്നു, എനിക്ക് 35 വയസ്സിൽ താഴെയുള്ള പ്രായം. ഞാൻ പക്ഷേ എന്റെ കഴിഞ്ഞ 8 വർഷത്തെ ജീവിതാനുഭവത്തിനിടയിൽ, പൗരോഹിത്യ അനുഭവത്തിനിടയിൽ കൂടുതൽ മക്കൾക്ക് ജന്മം കൊടുത്ത ഒരുപാട് കുടുംബങ്ങളെ കണ്ടിട്ടുണ്ട്. ആ കുടുംബങ്ങളിലുള്ള അനുഗ്രഹം ഞാൻ തൊട്ടറിഞ്ഞിട്ടുണ്ട്, നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് പറയുന്നു, ഏത് പ്രതിസന്ധിയാണെങ്കിലും ഏത് തടസ്സമാണെങ്കിലും കൂടുതൽ മക്കൾക്ക് ജന്മം കൊടുക്കുക, നിന്റെ കുടുംബത്തിന്റെ കെട്ട് ഒന്നൊന്നായി അഴിയാൻ തുടങ്ങും. ചേർന്ന് പറയുക ഹല്ലേലൂയ. മക്കളെയും കൊണ്ട് മാതാപിതാക്കൾ അനേകം പേര് കൗൺസിലിംഗിന് അടുത്ത് വന്നിട്ടുണ്ട്. അങ്ങനെ വരുന്ന കുട്ടികളെ
നാടും വീടും മറന്ന് ജീവിക്കുന്ന ആളുകളാണ്. നിങ്ങൾ നാട് വിട്ടവരാണ്. പക്ഷെ പട്ടിണി കിടക്കാതെ ജീവിക്കാൻ നിങ്ങൾക്ക് വകയും വരുമാനവും ദൈവം തമ്പുരാൻ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുക. ഇതാണ് ഇസ്ലാം രാജ്യത്തിൽ നിന്ന് മലയാളി പഠിക്കുന്ന ഒന്നാം പാഠം. അവർക്ക് മക്കളുണ്ട്. അവർക്ക് മക്കളുള്ളത് കൊണ്ട് നിങ്ങൾ ഏത് മുസ്ലിം കുടുംബത്തിൽ പോയി നോക്ക്. ജീസസ് യൂത്തിൽ പ്രാർത്ഥിക്കാൻ തിരുവനന്തപുരത്ത് യുവാനേസ് കോളേജിൽ ജീസസ് യൂത്തിൽ പ്രാർത്ഥിക്കാൻ വരുന്ന വെമ്പായമുള്ള ഒരു മുസ്ലിം ചെറുപ്പക്കാരനുണ്ടായിരുന്നു. ഞാൻ അവരോട് വളരെ അടുത്തിടപഴകി സംസാരിക്കാൻ അവരുടെ വീട്ടിൽ പോയി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അടുത്തടുത്തടുത്തടുത്ത് താമസിക്കുന്ന ഇസ്ലാം കുടുംബങ്ങൾ പല കാരണം പറഞ്ഞ് നമുക്ക് അവരെ പുച്ഛിക്കാം, നിന്ദിക്കാം. പക്ഷേ ബഹുമാനത്തോടെ കൈകൂപ്പി ഒരു കാര്യം അംഗീകരിക്കണം: അവര് ഗർഭപാത്രത്തിൽ കത്തി കയറ്റിയിട്ടില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഈ കൂട്ടത്തിലെ യുവദമ്പതികളോട്, കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കാൻ ഇപ്പോഴും ആരോഗ്യവും ഇപ്പോഴും ജീവിതത്തിൽ സൗകര്യങ്ങളും ഉള്ളവര് ദൈവത്തിന്റെ ആത്മാവിന്റെ സ്വരം കേൾക്കുക. കൂടുതൽ മക്കൾ ഉണ്ടാവട്ടെ. ചേർന്ന് പറ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ സഹോദരങ്ങളെ, മാതാപിതാക്കളെ നോക്കാൻ ചില മക്കളെ ദൈവം ഏൽപ്പിച്ചിട്ടുണ്ട്. ആ മക്കളെ നിങ്ങൾ ജനിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് മാതാപിതാക്കൾ വൃദ്ധസദനങ്ങളിൽ കഴിയുന്നു. രണ്ടാമത്തെ കാര്യം, ഇത് കേൾക്കുമ്പോൾ പല ആളുകളും ചോദിക്കുന്ന രണ്ടാമത്തെ ചോദ്യം എന്താ? അച്ഛോ, അച്ഛനിങ്ങനെ പറഞ്ഞിട്ട് പോയാൽ മതി, ഇത് എവിടെ നിന്ന് അവസാനിക്കും? ഈ വർഷം ഒന്ന്, അടുത്ത വർഷം ഒന്ന്, അടുത്ത വർഷം ഒന്ന്, ഇതെവിടെ നിന്ന് അവസാനിക്കും? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മനസ്സിലാക്കാൻ ഹൃദയം തുറക്കപ്പെടുമെങ്കിൽ ഞാനൊരു കാര്യം പറയുന്നു. ഓരോ വീട്ടിലും എത്ര മക്കൾ ജനിക്കണമെന്ന് ദൈവം തമ്പുരാന് ഒരു നമ്പർ ഉണ്ട്. നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളൂ. ഓരോ കുടുംബത്തിലും എത്ര കുഞ്ഞുങ്ങൾ ജനിക്കണമെന്നതിനെ കുറിച്ച് ദൈവത്തിനൊരു കണക്കുണ്ട്. ആ കണക്കിൽ കൂടുതൽ മക്കൾ നിങ്ങൾക്ക് ജനിക്കില്ല. അതിനുള്ള ഉദാഹരണം ഏതാ? അതിനുള്ള ഉദാഹരണം പഴയ തലമുറയോട് ചോദിച്ചാൽ മതി. നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന എന്തുകൊണ്ടാൻ വേണ്ടി ഉപയോഗിച്ചിട്ടാണ് അവർക്ക് എത്ര മക്കൾ മതിയെന്ന് തീരുമാനിച്ചത്? എന്ത് മാർഗം ഉപയോഗിച്ചിട്ടാണ്? എന്ത് തടസ്സം കെട്ടുകെട്ടിയിട്ടാണ്? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ മാനക്കേട് പറയുന്നത് എനിക്ക് മാനക്കേടില്ലല്ലോ, പിന്നെ നിങ്ങൾക്കാണ് മാനക്കേട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കും. കുടുംബത്തിൽ നിന്ന് തകർച്ചയുണ്ടെങ്കിലും അത് വിട്ടുമാറും. കുടുംബത്തിൽ കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുക. നിനക്ക് പട്ടിണി കിടക്കാതെ ജീവിക്കാൻ വകയുണ്ടോ? കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുക. ഓരോ കുഞ്ഞിനും ജന്മം കൊടുക്കുന്നതിനനുസരിച്ച് തിരുവനന്തപുരത്ത് ശുശ്രൂഷയെ സഹായിക്കുന്ന കോളേജിലെ ഒരു BEd കോളേജിൽ അധ്യാപകനുണ്ട്. അദ്ദേഹത്തിന് ആദ്യത്തെ കുഞ്ഞ് ജനിച്ചു. അന്ന് അദ്ദേഹത്തിന് ജോലിയുണ്ട്, ഭാര്യയ്ക്ക് ജോലിയില്ല. ആദ്യത്തെ കുഞ്ഞ് ജനിച്ചു. വലിയ പ്രതിസന്ധിയിലാണ്. അദ്ദേഹം ഒരു സാധാരണ കുടുംബത്തിൽപ്പെട്ട അംഗമായിരുന്നു. തിരുവനന്തപുരത്ത് വന്ന് സെറ്റിലായി. അങ്ങനെ താമസിച്ചിരുന്ന സമയത്താണ് രണ്ടാമത്തെ കുഞ്ഞിനെ ഗർഭം ധരിച്ചു. അപ്പോൾ പലരും, നമുക്ക് ഉപദേശം കൊടുക്കാൻ ഇഷ്ടംപോലെ ആളെന്നല്ലോ, ഉപദേശം കൊടുക്കുന്ന പലരും പറഞ്ഞു, ഇപ്പൊ വേണോ? കോളേജിലൊക്കെ പോയി പഠിപ്പിക്കാൻ സാറ് കോളേജിൽ പോകുന്നു, ഈ പുള്ളിക്കാരി ജോലിക്ക് വേണ്ടി ഇങ്ങനെ തപ്പി നടക്കുകയാണ്, അതുകൊണ്ട് ഇപ്പൊ വേണോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ മനുഷ്യൻ കർത്താവ് സ്പർശിച്ച വ്യക്തിയായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു, ദൈവം തന്ന കുഞ്ഞുങ്ങളെ വേണ്ടെന്ന് പറയില്ല, ഒരു കാരണവശാലും വേണ്ടെന്ന് പറയില്ല. രണ്ടാമത് ജനിച്ചത് 2 കുഞ്ഞുങ്ങളാണ്, ഇരട്ട കുട്ടികൾ. രണ്ടാമത്തെ കുട്ടികൾ ജനിച്ചപ്പോ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ജോലി കിട്ടി. ഇനി അത് കഴിഞ്ഞിട്ട് സാമ്പത്തിക പ്രതിസന്ധി കൊണ്ട് വീടില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് 3 കുഞ്ഞുങ്ങളായി. ആദ്യത്തെ പ്രസവത്തിൽ 1 കുഞ്ഞ്, രണ്ടാമത്തെ പ്രസവത്തിൽ 2 മക്കള്. അപ്പൊ 3 കുഞ്ഞുങ്ങളെ വളർത്തി വളരെ പ്രയാസമാണ്. അപ്പൊ അത് കഴിഞ്ഞ് ഈ കുഞ്ഞ് ഒരു ഇത്തിരി പ്രായം നിവൃത്തിയായപ്പോഴത്തേനും അതിന് മുമ്പേ ജോലി കിട്ടി. പക്ഷെ ജോലിക്ക് വേണ്ടി താമസിച്ചാണ് പോയത്. അങ്ങനെ 2 പേരും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവര് മൂന്നാമത് അടുത്ത പ്രഗ്നന്റ് ആയ സമയത്ത് പലരും പറഞ്ഞു, 2 പേരും ജോലിക്ക് പോകണം, വേറെ ആരും നോക്കാനില്ല. എന്ത് ചെയ്യും? ദൈവം തന്നതിന് നോ എന്ന് പറയാൻ അവര് തീരുമാനിച്ചില്ല. അടുത്ത കുഞ്ഞ് ജനിച്ചു, ഒരു പെൺകുഞ്ഞ്, 4ാമത്തെ കുഞ്ഞ് ജനിച്ചപ്പോ ഈ ഭാര്യയുടെ അപ്പന് കേരളത്തിലെ ഒരു സ്ഥലത്ത് റോഡ് സൈഡിൽ ഒരു 10-48 സെന്റ് സ്ഥലം കേസിൽ കിടപ്പുണ്ടായിരുന്നു. ഈ കുഞ്ഞ് ജനിച്ച് അധികം നാൾ കഴിയുന്നതിന് മുമ്പ് ആ കേസ് വിധിയായി. 2 പെൺകുട്ടികളാണ്. 2 പെൺകുട്ടികൾക്കും ഈ റോഡ് സൈഡിൽ കിടക്കുന്ന ലക്ഷക്കണക്കിന് രൂപ ഓരോ സെന്റിന് കിട്ടുന്ന ഈ വസ്തു 2ആയി ഭാഗിച്ച് ഒരെണ്ണം ചേച്ചിക്ക് ഒരെണ്ണം അനിയത്തിക്ക് കൊടുത്തു.
എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്നല്ല അനുഭവം. സണ്ണി എന്ന് പറയുന്ന ഒരു സഹോദരൻ എൻ്റെ പള്ളിയിൽ സുവിശേഷം പറയാൻ വേണ്ടി വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു അദ്ദേഹത്തിന് 6 മക്കളുണ്ടെന്ന്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഈ 6 മക്കളെ ഈ സുവിശേഷ വേലക്കാരൻ എന്ത് ചെയ്തിട്ട് എങ്ങനെയാണ് വളർത്തുന്നത്? അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛൻ അറിയില്ലെങ്കിൽ ഞാനൊരു കാര്യം പറഞ്ഞു തരാം. ഓരോ കുഞ്ഞ് ജനിക്കുമ്പോഴും ഒരു കുഞ്ഞിനെ മാത്രമായിട്ടല്ല കർത്താവ് വിടുന്നത്, മറിച്ച് ഒരു കുഞ്ഞിനെ വളർത്തി വലുതാക്കാനുള്ള സാഹചര്യവും കൂടെ തന്നാണ് ദൈവം വിടുന്നത്. ആ ബോധ്യമുള്ള സഹോദരങ്ങൾ ഇതിനകത്തോടെ ഒന്ന് കൈ വെക്കാവോ? ഒരു കുഞ്ഞ് വന്നപ്പോൾ അതിന്റെ കൂട്ടത്തിൽ ദൈവം ചില വഴിയും കൂടെ തുറന്നത് ബോധ്യമുള്ളവര് അത് കൈവശം കാണിച്ചേ, എന്നിട്ട് കരങ്ങളടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 3 വട്ടം ഉറപ്പ്. ഒരു കുഞ്ഞ് പുതിയതായിട്ട് കുടുംബത്തിലേക്ക് വരുമ്പോൾ ആ കുഞ്ഞിനെ വളർത്താനുള്ള വഴി കൂടി തുറക്കപ്പെടും. സ്വരമുയർത്തി പറയാം ഹല്ലേലൂയ. സ്വരമുയർത്തി ഹല്ലേലൂയ. സ്വരമുയർത്തി ഹല്ലേലൂയ. അടുത്തത് കേരളത്തിലെ കാഞ്ചിയാർ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. കാഞ്ചിയാർ. അവിടെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി എന്നെ സഹായിക്കാൻ വേണ്ടി വരുന്ന രാജൻ എന്ന പേരുള്ള ഒരു ഹൈന്ദവ സഹോദരനുണ്ട്. രാജൻ. ഈ രാജന് പാലക്കാട് വഴി തമിഴ്നാട്ടിൽ നിന്ന് കഞ്ചാവ് കള്ളക്കടത്ത് നടത്തിയിരുന്ന ചെറുപ്പക്കാരനാണ്. ഇവൻ പാലക്കാട് നിന്ന് കേരളത്തിന്റെ ബോർഡർ വഴി തമിഴ്നാട്ടിൽ നിന്ന് കഞ്ചാവ് കടത്തിക്കൊണ്ടുവന്ന് കേരളത്തിൽ കൊണ്ടുവന്ന് വിറ്റ് കഞ്ചാവ് കഴിച്ച് മദ്യവെച്ച് പ്രാർത്ഥനെ പോലെ സ്വന്തം അമ്മയുടെ കഴുത്തിൽ വെട്ടുകത്തി വെച്ച് കൊല്ലാൻ നോക്കി. അമ്മ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. കല്യാണം കഴിച്ച് ഭാര്യ എന്നേക്കുമായി അവളെ വീട്ടിലേക്ക് പോയി മറ്റൊരു മനുഷ്യന്റെ കൂടെ ജീവിതം ആരംഭിച്ചു. പ്രാർത്ഥന പോലെ ഒരു കൈലി കൊണ്ട് മാത്രം കൊടുത്ത് വെയിറ്റിംഗ് ഷെഡിൽ കിടന്നുറങ്ങി. ഒടുവിൽ ആരോ പിടിച്ച് ഡിവൈൻ ധ്യാനകേന്ദ്രത്തിൽ കൊണ്ടുപോയിട്ടു. അവിടെ 2-3 മാസം അവിടെ ധ്യാനം കൂടി അവസാനം അയാൾക്ക് ഒരു തോന്നലുണ്ടായി, ബൈബിൾ കോളേജിൽ പോയി പഠിക്കണം. 10ാം ക്ലാസ് പോലും തികച്ച് പഠിച്ചിട്ടില്ലാത്തവൻ ബൈബിൾ കോളേജിൽ കയറി. അവിടെ വെച്ചിട്ട് ബൈബിൾ കോളേജിൽ നിന്ന് അത്യാവശ്യം വേദപുസ്തകമൊക്കെ പഠിച്ചു. ഞാൻ ചുരുക്കി പറയാം, ഇന്ന് ആ മനുഷ്യൻ കുടുംബം പോറ്റുന്നത് എങ്ങനെയാണെന്നറിയാമോ? ടാക്സി ഉണ്ട്, ഒരു ചെറിയ കാറ്. അത് കാഞ്ചിയാർ ടൗണിൽ ടാക്സി ഓടിച്ച് ഈ മനുഷ്യൻ സ്വന്തം കുടുംബം പോറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹം എന്റെ അടുത്ത് വരുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അച്ഛൻ ഞാനും എന്റെ ഭാര്യയും ഞങ്ങൾക്ക് 5 കുഞ്ഞുങ്ങളുമുണ്ട്. ആരാ? ഈ ടാക്സി തൊഴിലാളി. 5 മക്കൾ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ എന്റെ പള്ളിയിൽ ആളുകൾ അരി നേർച്ചയായിട്ട് കൊണ്ടുവരും. ചാക്ക് കണക്കിന് അരി കൊണ്ടുവരും. അങ്ങനെ ഒരു ചാക്ക് അരി അവിടെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഈ യാഗം വന്നപ്പോൾ പറഞ്ഞു, രാജ ഒരു ചാക്ക് അരി കൊണ്ട് കൊണ്ടുപോകുന്നോ? അയാൾ പറഞ്ഞു, അച്ഛാ 1 ചാക്ക് അരി കിട്ടിയാൽ എന്റെ കുഞ്ഞുങ്ങൾക്ക് നല്ലപോലെ ഭക്ഷണം കഴിക്കാം. അത് അച്ഛൻ്റെ വണ്ടി എടുത്ത് വെച്ചേരെന്ന് പറഞ്ഞു. ഞാൻ പിള്ളേരെ കൊണ്ട് എടുത്ത് വെപ്പിച്ചു. എന്ന് പറഞ്ഞാൽ നിവൃത്തി കെട്ടവനാണെന്നാണ് അർത്ഥം. 1 ചാക്ക് അരി കൊടുത്താൽ ഇല്ലച്ചാ അത് ഇവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വെച്ചിട്ട് പോകാൻ മാത്രം ആത്മാഭിമാനം ഇല്ലാത്ത തരത്തിൽ എന്ന് പറഞ്ഞാൽ അത്ര ഗതികേടുള്ളവരാണ്. കുഞ്ഞുങ്ങളെ വളർത്താൻ ബുദ്ധിമുട്ടുള്ളവരാണ്. ആ രാജൻ കാഞ്ചിയാർ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഞാൻ ശുശ്രൂഷയിൽ ഇടവകയിൽ ഒരു രാത്രി ജാഗരണ പ്രാർത്ഥനയ്ക്ക് വന്നിട്ട് സുവിശേഷം പറയാൻ വേണ്ടി ഞാൻ വിളിച്ചാണ്. എപ്പോ ഒരു അവസരം കിട്ടിയാലും വിളിക്കും. കാരണം ഇയാളെ നമുക്ക് അങ്ങനെ സഹായിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വിളിച്ചു വരുത്തി ഇയാൾ കാഞ്ചിയാർ എന്ന ടാക്സി ഓടിച്ച് ഏതാണ്ട് 10-250 കിലോമീറ്റർ വണ്ടി ഓടിച്ച് ഇയാളെ പള്ളി വന്നിട്ട് അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ ഞാനൊന്ന് സുവിശേഷം പറയണമോ? ഞാൻ ചോദിച്ചു, ഞാൻ സുവിശേഷം പറയാനല്ലേ രാജനെ വിളിച്ച്? അയാൾ എൻ്റെ അടുത്ത് പറയുകയാണ്, അച്ഛാ ഞാൻ സുവിശേഷം പറയണോ? എനിക്കൊരു വലിയ ക്രൈസിസിലാണ്, പ്രതിസന്ധിയിലാണ് ഞാൻ ചോദിച്ചു, എന്താ രാജ? അയാൾ എൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ മുറി മുട്ടുകുത്തി നിന്ന് എൻ്റെ കാലിൽ പിടിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഇന്ന് ദിവ്യകാരൻ ആരാധനയുടെ സമയത്ത് രാജന് വേണ്ടി മാത്രമേ പ്രാർത്ഥിക്കാവൂ. ഞാൻ ചോദിച്ചു, എന്താ കാര്യം? അയാൾ പറഞ്ഞു, അച്ഛാ എൻ്റെ ഭാര്യ 6ാമത്തെ കുഞ്ഞിനെ ഗർഭം ധരിച്ചിരിക്കുകയാണ്. ഇപ്പൊ 2-3 മാസം കഴിഞ്ഞു. 6ാമത്തെ കുഞ്ഞിനെ ഗർഭം ധരിച്ചിരിക്കുകയാണ്. അങ്ങനെ 6ാമത്തെ കുഞ്ഞിനെ ക്യാരി ചെയ്യുന്ന ഈ സ്ത്രീയോട് വീട്ടുകാരും നാട്ടുകാരും സുഹൃത്തുക്കളും ചില നല്ല ഉപദേശം കൊടുക്കുന്ന ചില ചങ്ങാതിമാരുണ്ടല്ലോ. അവര് പറഞ്ഞു, നാണക്കേടാടി, നാണക്കേട്, വേറെ ഒരു പണിയില്ലെന്ന് ആളുകൾ വിചാരിക്കും. പിള്ളേരിരിക്കുന്ന വേദിയായതുകൊണ്ട് ഞാൻ ചില കാര്യം പറ്റിക്ക് പറയുന്നില്ല, അത് വിടുകയാണ് ഞാൻ. വേറെ ഒരു പണിയില്ലെന്ന് വിചാരിക്കരുത്. ബാക്കി എല്ലാവർക്കും വേറെ ഒരു പണിയില്ലല്ലോ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനൊരു കാര്യം വ്യക്തമായിട്ട് പറയുന്നു. ഈ മനുഷ്യന്റെ കാലം കെട്ടിപ്പിടിച്ചിട്ട് കരയാണ്. എന്നിട്ട് പറയുകയാണ്, അച്ഛാ എന്റെ ഭാര്യ ഇന്നുവരെ കുഞ്ഞുങ്ങളെ ജന്മം നൽകുന്നതിന് തടസ്സം പറയാതിരുന്നു എന്റെ ഭാര്യ പറയാണ് അബോർട്ട് ചെയ്യാന്ന്.
രാജൻ കാഞ്ചിയാർ സുവിശേഷകനാണ്. ഞാൻ പേര് തന്നെ പറയുന്നത് കൊണ്ടാണ്. രാജൻ കാഞ്ചിയാർ സുവിശേഷകനാണ്. അയാൾ പറയുകയാണ്, അച്ഛാ, ഞാൻ ഹൈന്ദവ മതത്തിൽ നിന്ന് ഈഴവ സമുദായത്തിൽ ജനിച്ച് യേശുവിനെ അറിഞ്ഞ് കർത്താവിന്റെ വചനം പ്രഘോഷിക്കാൻ നടക്കുന്ന ആളാച്ച. നിവർത്തി കെട്ടവനാണെങ്കിലും ഞാൻ ഇതുവരെയും യേശുവിനെ വിട്ടിട്ടില്ല അച്ഛാ എന്ന് അയാൾ എന്നോട് പറഞ്ഞു. നിവർത്തി കെട്ടവനാണെങ്കിലും ടാക്സി ഡ്രൈവർ ആണെങ്കിലും ഞാൻ തമ്പുരാനെ വിട്ട് ജീവിച്ചിട്ടില്ല അച്ഛാ. എന്റെ ഭാര്യയെ അമോസിന് അനുവദിച്ചിട്ട് എന്റെ ഭാര്യയെ അമോസിനെ കൊണ്ടുപോയിട്ട് പിന്നെ രാജൻ എങ്ങനെ സുവിശേഷം പറയാൻ എഴുതി നിൽക്കും. എന്റെ മനസ്സിൽ ഭാരമാണ് അച്ഛാ. ഞാൻ എന്റെ ഭാര്യയോട് പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല. ആ ഭാരത്തോടു കൂടിയാണ് ഞാൻ എന്റെ ശുശ്രൂഷയ്ക്ക് വന്നത്. എനിക്ക് ഒരു മനസ്സമാധാനം ഇല്ല അച്ഛാ. ഞാൻ സുവിശേഷം പറയാൻ എനിക്ക് പറ്റുന്നില്ല. ഞാൻ അയാളോട് പറഞ്ഞു, ഇന്ന് രാജൻ മാത്രം സുവിശേഷം പറയും. ഇന്ന് ഞാൻ ഒരു വാക്ക് പോലും പറയില്ല. ഇന്ന് രാജൻ മാത്രമാണ് സുവിശേഷം പറയാൻ യോഗ്യൻ. കാരണം എനിക്ക് ഉറപ്പുണ്ട് എന്നെക്കാൾ യോഗ്യതയുണ്ട് അയാൾക്ക് സുവിശേഷം പറയാൻ. ഒരു പാവപ്പെട്ട ടാക്സി തൊഴിലാളി അയാളുടെ ഭാര്യയെ ഒരു കാര്യം സുവിശേഷം പറഞ്ഞ് വചനം പറഞ്ഞ് മനസ്സിലാക്കപ്പെട്ട പെടാപ്പാട് ഞാൻ നേരിട്ട് കണ്ടതായതുകൊണ്ട് ഞാൻ അയാളോട് പറഞ്ഞു, രാജൻ സുവിശേഷം പറഞ്ഞുകൊള്ളുക. അയാൾ സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാനും എന്നെ ഗാനശുശ്രൂഷയ്ക്ക് സഹായിക്കുന്ന പോൾസൺ എന്നൊരു സഹോദരനുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടി വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ചെടുത്തിരുന്ന് ഞങ്ങൾ കണ്ണുനീരോടെ കരഞ്ഞു, കർത്താവേ, നിന്റെ വചനം പറഞ്ഞുകൊണ്ട് ദേവാലയത്തിൽ ജനങ്ങൾക്ക് വചനം പറഞ്ഞു കൊടുക്കുന്ന ഈ പാവപ്പെട്ട മകൻ ഇന്ന് വീട്ടിലേക്ക് തിരിച്ചു ചെല്ലുമ്പോൾ, നാളെ അയാൾ പുലരിയിൽ വീട്ടിലെത്തുമ്പോൾ അയാളുടെ വീട്ടിലുള്ള ഭാര്യയ്ക്ക് മാറ്റം ഉണ്ടാവണേ. കർത്താവേ, ഈ കുഞ്ഞിനെ വെട്ടി തുണ്ടമാക്കി കഷണമാക്കി കശാപ്പശാലയിലേക്ക് എറിഞ്ഞു കൊടുക്കാൻ ഒരു മനസ്സ് അവൾക്ക് ഉണ്ടാവരുത് എന്ന് പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, രാജൻ കാഞ്ചിയാർ അന്ന് വീട്ടിലേക്ക് തിരിച്ചുപോയി. ഈ ഒക്ടോബർ മാസം എനിക്കറിയില്ല, ഞാനിവിടെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ രാജന്റെ കാര്യത്തെ കുറിച്ച് എനിക്കൊരു വിവരമില്ല. ഈ ഒക്ടോബർ മാസം ഞാൻ വരുന്നത് വരെയുള്ള വിവരം എനിക്കറിയാം. ഈ ഒക്ടോബർ അവസാനിക്കുന്നതിന് മുമ്പ് ഒരു ഡേറ്റാണ് രാജന്റെ ഭാര്യയ്ക്ക് കുഞ്ഞിനെ പ്രസവിക്കാൻ കൊടുത്തിരിക്കുന്നത്. 6ാമത്തെ കുഞ്ഞ്. കരങ്ങളിലേക്ക് കർത്താവിന് നന്ദി പറയാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശു കൊണ്ട മനുഷ്യൻ, പാവപ്പെട്ടവൻ, ഈഴവ സമുദായത്തിൽപ്പെട്ടവൻ, ഹൈന്ദവൻ, മാമോദീസ മുങ്ങി വേദപുസ്തകമെടുത്ത് പ്രസംഗിക്കാൻ നടക്കുന്നവൻ, അവൻ സമ്പാദനത്തിന്, ധനസമ്പാദനത്തിന് വേണ്ടിയല്ല അവൻ യേശുവിനെ അറിഞ്ഞത്. പ്രിയപ്പെട്ടവരെ, അവന് ചെയ്യാമെങ്കിൽ പരമ്പരാഗതമായി പുരാതനമായി മാമോദീസ വെള്ള തലവീണ സത്യക്രിസ്ത്യാനി ഗർഭപാത്രത്തെ കശാപ്പശാലയാക്കരുത്. കൂടുതൽ മക്കൾക്ക് ജന്മം കൊടുക്കുക. സ്വയമെന്ന് പറയാം, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു വന്നത്, ദൈവത്തിന്റെ കണക്ക് പുസ്തകത്തിൽ ഒരു നമ്പറുണ്ട്, ആ കണക്ക് തെറ്റില്ല. ദൈവത്തിന്റെ കണക്ക് പുസ്തകത്തിൽ ഒരു നമ്പറുണ്ട്, ആ കണക്ക് തെറ്റില്ല. എത്ര കുഞ്ഞുങ്ങൾ ജന്മമെടുക്കണമെങ്കിലും അത്രയും കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുക. പ്രിയപ്പെട്ടവരെ, 100 കണക്കിന് ഉദാഹരണം ശാലോ ജില്ലയിലൂടെ ഒരുപാട് പേരുടെ അനുഭവങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട്. ഈ തരത്തിൽ ഇങ്ങനെ കൂടുതൽ മക്കളുള്ളവരെ ബന്ധപ്പെട്ട് ഞാനതിലേക്ക് കടക്കുന്നില്ല. ഈ അടുത്ത ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് എന്താണ്? അതായത് മനുഷ്യർ ചോദിക്കുകയാണ്, ഇത് അച്ഛാ ഇത് നിൽക്കുമോ? അതിങ്ങനെ കുഞ്ഞുങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കില്ലേ? പ്രിയപ്പെട്ടവരെ, സങ്കീർത്തനം 127 3-ാം തിരുവചനം, മക്കൾ ദൈവത്തിന്റെ ദാനം, ഉദരഫലം ദൈവത്തിന്റെ സമ്മാനം. സമ്മാനം എന്താ പറയാ? സമ്മാനം കൊടുക്കുന്ന സമയത്ത് സ്റ്റേജിൽ ഇങ്ങനെ സമ്മാനം നിരത്തി വെച്ചിരിക്കുകയാണ്. അപ്പൊ ഒരു കൊച്ചു സമ്മാനം വാങ്ങിക്കാൻ വരുമ്പോൾ എല്ലാ സമ്മാനവും അതിനെടുത്ത് കൊടുക്കുമോ? കൊടുക്കില്ലല്ലോ. അതിന് അർഹതപ്പെട്ട സമ്മാനമാണ് കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ നിന്റെ കുടുംബത്തിൽ എത്ര കുഞ്ഞുങ്ങൾ ജനിക്കണമെന്ന് ദൈവം തമ്പുരാൻ ഒരു കണക്കുണ്ട്. ആ കണക്കനുസരിച്ച് കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുക. സ്വരമെന്ന് പറയാം, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ ചോദിക്കുക, അച്ഛൻ എന്താണ് തെളിവ്? എന്റെ തെളിവ് ഞാൻ പറയട്ടെ. വെറും ഞാൻ ബോധം ഉപയോഗിക്കുന്ന വാക്കാണ്, വെറും ആദിവാസികൾ ട്രൈബൽ വേടന്മാരെന്ന് നമ്മൾ വിളിക്കുന്ന വേടർ സമുദായത്തിൽപ്പെട്ട ആദിവാസികൾ, അവരുടെ പള്ളിയിൽ അച്ഛനില്ല. അത് കോളനിയാണ്, അതൊരു കോളനിയാണ്, ട്രൈബൽ കോളനി. ഒറ്റ പോലീസുകാരനെ അവരകത്ത് കെട്ടത്തില്ല, പക്ഷെ അച്ഛനെ കെട്ടും. അവിടുത്തെ സമാധാന പാലൻ അച്ഛൻ്റെ ജോലിയാണ്. ഒറ്റ പോലീസുകാരെ കയറത്തില്ല. അവിടെ ഉള്ളവരെ ഭയമാണ് പോലീസിന്. പ്രിയപ്പെട്ട സഹോദരൻ, ആ കോളനിക്കകത്ത് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, എന്ത് ആസൂത്രണമാണ് അവർക്കുള്ളത്? എന്ത് കുടുംബാസൂത്രണം? റോഡ് പണിക്ക് പോകുന്നവര്, കൂലിപ്പണിക്ക് പോകുന്നവര്, മുള വെട്ടാൻ പോകുന്നവര്, എന്ത് കുടുംബാസൂത്രണം? പക്ഷെ ആ കോളനിയിൽ ഞാൻ ഒരു കുടുംബത്തിലും എണ്ണത്തിൽ കവിഞ്ഞ മക്കൾ ജനിക്കുന്ന കണ്ടിട്ടില്ല. ഇനി ഇതിനൊക്കെ വിശദമായിട്ട് പറയാൻ ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് നിർത്തുക. എന്ന് പറഞ്ഞാൽ ഒരു ആസൂത്രണം ഇല്ലാത്ത സാധാ വേടർ കോളനിയിൽ കൂടുതൽ മക്കൾ ജനിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല.
അവരൊരു തടസ്സവും വെച്ചിട്ടില്ല, അവരൊരു ഗർഭചിത്രത്തിന് പോയിട്ടില്ല, അവരൊരു കെട്ട് കെട്ടാനും പോയില്ല, അവരവസാനിപ്പിക്കാൻ പോയില്ല. എന്താ സംഭവിക്കുന്നത് പ്രിയപ്പെട്ടവരെ? ആ പാവപ്പെട്ടവന് കൂലിപ്പൻ പണിക്കാരെ വളർത്താൻ പറ്റുന്ന മക്കളുടെ ഒരു കണക്ക് കർത്താവിന്റെ കണക്ക് പുസ്തകത്തിലുണ്ട്. ആ കണക്കനുസരിച്ച് കുഞ്ഞുങ്ങൾ ഉണ്ടാവും, പിന്നെ ഉണ്ടാവില്ല. ചേർന്ന് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. ദഹിക്കാത്തൊരു വചനമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. സാരമില്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ലാസ്റ്റ് വരവാണ്, അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടേ പോകും. ചേർന്ന് പറയാം ഹല്ലേലൂയ, ചേർന്ന് പറയാം ഹല്ലേലൂയ, സ്വരമയത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. മൂന്നാമത്തെ പ്രശ്നം, അച്ഛാ ഇതിനെയൊക്കെ എങ്ങനെ വളർത്തും? നിങ്ങൾക്കെന്നാ കുഴപ്പം? അച്ഛന്മാർക്ക് വല്ല കുഴപ്പമുണ്ടോ? നല്ല ചിക്കനൊക്കെ തന്ന് ജീവിക്കുമല്ലേ? ചിക്കൻ അച്ഛന്മാർക്കെല്ലാം കുഴപ്പമില്ല. നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞാൽ പോലെ മക്കളുണ്ടാവട്ടെ, മക്കളുണ്ടാവട്ടെ, നിങ്ങൾക്ക് വല്ല ബാധ്യതയുണ്ടോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശ്രദ്ധയോടൊരു കാര്യം കേട്ടോളുക. നമ്മുടെ ഒരു പ്രശ്നം ഇല്ല, ഇതിനെയൊക്കെ എങ്ങനെ വളർത്തും, അല്ലെങ്കിൽ ഇതിനെയൊക്കെ ആര് നോക്കും, ഇതിനെയൊക്കെ ആര് സംരക്ഷിക്കും? നമ്മൾ ജോലിക്ക് പോകും, നമ്മൾ പല കാര്യത്തിന് പോകും, ഇതിനെയൊക്കെ ആര് നോക്കും? പ്രിയപ്പെട്ടവരെ, എനിക്ക് പറയാൻ ഒരു മറുപടിയുള്ളൂ, ഒരു മറുപടി. അതായത് ഒന്നാമത് ഈ കോളനിയിലെ പിള്ളേർ മാതാപിതാക്കളെല്ലാം പല വഴിക്ക് ജോലിക്ക് പോകും. രാത്രി വന്നെങ്കിലായി വന്നില്ലെങ്കിലായി. ഈ പിള്ളേരാരും ഒരു അപകട മരണത്തിനിരയാവുകയോ ഈ പിള്ളേരാരും പോഷകക്കുറവ് കൊണ്ട് മരിക്കുകയോ ഈ കുഞ്ഞുങ്ങളാരും ഒരു തരത്തിലുള്ള നമ്മുടെ മക്കൾ അനുഭവിക്കുന്ന രോഗത്തിൽ ഉൾപ്പെടുകയോ ഞാൻ കണ്ടിട്ടില്ല. 4 കൊല്ലം ഉണ്ടായിരുന്നു ഞാൻ അവിടെ, 4 കൊല്ലം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നല്ല നല്ല രോഗങ്ങളൊക്കെ ഞാൻ കാണാൻ തുടങ്ങിയ പിന്നെ അത് പിന്നെ ഒരുമാതിരിപ്പെട്ട കൊള്ളാവുന്ന അസുഖമൊക്കെ ഞാൻ കാണാൻ തുടങ്ങിയത് അത് പിന്നെ. കാരണം അവിടെ ഒന്നും അസുഖമൊന്നുമില്ല. വളരെ 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 അപൂർവമായിട്ട് ഒരു സ്ത്രീ ഇടയ്ക്ക് മരിച്ചു. അതുപോലെ തന്നെ ഒരു മനുഷ്യൻ അവിടെ നിന്ന് കാട്ടിപ്പോയി, അയാൾ അവിടെ നിന്ന് കാണാതായി. അങ്ങനെ ഉള്ള 1-2 കേസുകളിൽ 4 വർഷത്തിനിടയിൽ സംഭവിച്ചിട്ടുള്ളത് ഒഴിച്ചാൽ നമ്മൾ ഈ പറയുന്ന ഒരു രോഗം അവിടെ ആർക്കില്ല. നമ്മൾ പറയുന്ന ഈ സ്റ്റാൻഡേർഡ് രോഗങ്ങളൊന്നും അവിടെ ആർക്കില്ല. കുഞ്ഞുങ്ങളൊക്കെ എന്ത് കഴിച്ചു എന്ത് കഴിച്ചില്ല എന്നൊന്നും അവിടെ കഴിക്കാനൊന്നും ഇല്ല. കുറെ ചോറൊക്കെ വാരി തിന്നിട്ടില്ല. കാരണം കുറെ നാളുകൾ 1.5 കൊല്ലം അവരാണ് എനിക്ക് ഭക്ഷണം തന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് എനിക്കറിയാം അവരുടെ വീട്ടിൽ എന്തൊക്കെ ഉണ്ടാക്കുമെന്ന്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ വേറെ കാര്യം കൂടെ പറയട്ടെ, സങ്കടമൊന്നും തോന്നരുത്. നമ്മൾ നല്ലപോലെ കഷ്ടപ്പെട്ട് വളർത്തിയിട്ട് ഈ മക്കളെയൊക്കെ സംരക്ഷിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ? നല്ലതുപോലെ മെനക്കെട്ട് വളർത്തിയിട്ട് ഇത്രയും സംരക്ഷണം കൊടുത്തിട്ട് ഈ മക്കളെയൊക്കെ സംരക്ഷിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? അകത്തുള്ളവകളിലേക്ക് ഇറങ്ങിച്ചത് പരിശോധിച്ചാൽ മതി. ചേർന്ന് പറ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ശ്രദ്ധയോടുകൂടി ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. നമ്മൾ എത്ര നോക്കിയെന്ന് പറഞ്ഞാലും നമുക്ക് നമ്മുടെ മക്കളെ സൂക്ഷിക്കാൻ പറ്റിയൊന്നും വരില്ല. നമ്മൾ ഈ ഒന്നിനെ നോക്കാൻ പെടുന്ന പാട് നമുക്കറിഞ്ഞൂടെ? ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, പണ്ടായിരുന്നോ ഇപ്പോഴായിരുന്നോ കുഞ്ഞുങ്ങൾക്ക് ആരോഗ്യമുള്ളത്? പണ്ട് പിള്ളേർ പറഞ്ഞു. പണ്ടാണോ ഇപ്പോഴാണോ കൊച്ചുങ്ങൾക്ക് ആരോഗ്യമുള്ളത്? പിള്ളേർ പറഞ്ഞു. പണ്ടാണ്. കാരണം ഇതിങ്ങളെ കൊണ്ട് നിങ്ങൾ താങ്ങിയിടുന്ന ആശുപത്രി കയറി ഇറങ്ങുന്ന അവർ കാണുന്നതല്ലേ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തുമാത്രം ആരോഗ്യമാണ് കഴിഞ്ഞ തലമുറയ്ക്കുണ്ടായിരുന്നത്. ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അസുഖം ഒഴിഞ്ഞിട്ട് നേരമില്ല. നമ്മൾ ഇത്രയും കരുതി ശ്രദ്ധിച്ച് പ്രോട്ടീൻസ് ഒക്കെ കൊടുത്ത് വൈറ്റമിൻസ് കൊടുത്ത് നമ്മളിങ്ങനെ ഉരുട്ടി കൊടുത്ത് വളർത്തിയിട്ട് നമ്മളൊക്കെ ഈ അവസ്ഥയിലായി. എഴുന്നേറ്റ് നിൽക്കാൻ വയ്യ. ഞാൻ ഓർക്കും, എൻ്റെ അപ്പനാണോ എനിക്കാണോ ആരോഗ്യം? എൻ്റെ അപ്പന് നല്ല പ്രായമുണ്ട്, പക്ഷേ എന്നെക്കാളും ആരോഗ്യമുണ്ട് അങ്ങനെയൊക്കെ. ഒരു ദിവസം ഞാനൊരു പള്ളിയിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എൻ്റെ മാതാപിതാക്കൾക്ക് ഒരു മകനേ ഉള്ളൂ, പിന്നെ പെങ്ങന്മാരാണ്. അപ്പോൾ അതുകൊണ്ട് പെങ്ങന്മാരൊക്കെ പല സ്ഥലത്താണ്, അപ്പനും അമ്മയും ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. അപ്പോൾ ഒരു കുറവ് വന്നിട്ടില്ല അതുകൊണ്ടൊന്നും. അപ്പോൾ ഏതായാലും അപ്പോൾ ഒരു ദിവസം അപ്പൻ ഒരു സ്ഥലത്ത് ജോലി സ്ഥലത്താണ്, ഒരു ചെറിയ ജോലി ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ അവിടെ ഒരു സ്ഥലത്ത് ഈ 1 2 3 നിലയുടെ കണ്ട് മേളിൽ ഏതാണ്ട് സാധനം എടുക്കാൻ വേണ്ടി ഈ ടീം കയറിപ്പോയി. ആരാ? അപ്പൻ കയറിപ്പോയിട്ട് ഒരു ദിവസം ഞാൻ ഒരു ശുശ്രൂഷ കഴിഞ്ഞ് ഇതുപോലെ ഇന്റർവെല്ലിന്റെ സമയമാണ്. ഇന്റർവെല്ലിന്റെ സമയത്ത് എൻ്റെ കൂടെ ഒരു പയ്യനുണ്ട്. അവൻ ഓടിക്കൊണ്ടത് ഫോൺ തന്നിട്ട് പറഞ്ഞു, അപ്പ വിളിക്കുകയാണ്, പിന്നെ എന്തോ അത്യാവശ്യം തോന്നി, ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വിളിക്കും. അപ്പൊ ഞാൻ ഫോൺ എടുത്തിട്ട് ചോദിച്ച് എന്താ വിശേഷം ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറയണം, മോനെ ഞാൻ ഇതിന്റെ മേളിൽ നിന്ന് താഴെ വീഴടാന്ന് പറഞ്ഞു.
കിടന്ന കിടപ്പിൽ നിന്ന് വിളിക്കുകയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു അവിടെ കാര്യമില്ല, ആശുപത്രിക്ക് ഉണ്ട്, ഇവിടെ ആരുമില്ല, ഞാൻ വിളിച്ചിട്ടൊന്നും ആരും വരുന്നില്ലെന്ന് പറഞ്ഞു. അപ്പൊ എൻ്റെ അമ്മ അവിടെ ഇല്ല, പുള്ളി ടീം തന്നെ ഉള്ളൂ അവിടെ. ഞാൻ ചോദിച്ചു രക്തം വല്ലതും വരുന്നുണ്ടോ? അപ്പൊ പറഞ്ഞ് രക്തമൊന്നും കാണാനില്ലാന്ന് പറഞ്ഞു. പക്ഷേ ഇവിടൊക്കെ 5-6 എല്ലാം കൊടിഞ്ഞ പോലെ തോന്നുന്നു. മേളയിൽ വീണാണ് 3 നിലയുടെ മണ്ടയിൽ. അപ്പൊ ഞാനിത് പറയുന്നുണ്ടെങ്കിൽ എനിക്ക് സങ്കടമായി. ഞാൻ പറഞ്ഞു അപ്പൊ അവിടെ കിടന്നോ? എന്നിട്ട് ആരെങ്കിലും ഉറക്കം വിളിച്ചു, ആരെങ്കിലും വരികയാണെങ്കിൽ ഞാനൊരു ആശുപത്രിയുടെ പേര് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് നാഷണൽ ഹൈവേയുടെ അടുത്തുള്ളൊരു സ്ഥലത്താണ് ഈ പുള്ളിക്കാരൻ ഇപ്പോൾ ഉള്ളത്. അവിടുന്ന് ഞാൻ അവിടെ ചെല്ലണമെങ്കിൽ എങ്ങനെ പോയാലും 2 മണിക്കൂർ വേണം, അല്ല എനിക്ക് ചെല്ലാൻ പറ്റില്ല. അപ്പൊ എനിക്ക് അവിടെ ആരും പരിചയമില്ല. അവിടുത്തെ അച്ഛനെ വിളിച്ചിട്ടുണ്ട്, കിട്ടുന്നുമില്ല. അപ്പൊ അച്ഛൻ അവിടെ ഇല്ലാന്ന് പറഞ്ഞ് അപ്പം പറയുകയും ചെയ്തു. അപ്പൊ ഞാൻ പറഞ്ഞു ഈ നാഷണൽ ഹൈവേയിൽ തിരക്ക് കഴിഞ്ഞ് ഞാൻ വണ്ടി ഓടിച്ച് ചെല്ലുമ്പോ അപ്പൻ എന്ത് സംഭവിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. വേറെ ആരെങ്കിലും കിട്ടുമോ നോക്ക്. അപ്പൊ എന്നോട് പറഞ്ഞു വേറെ ആരെങ്കിലും കിട്ടി. വേറെ ആരെ കിട്ടാനാ? പഴയ ആളുകളില്ല, വേറെ ആരെ കിട്ടാനാന്നൊക്കെ പറഞ്ഞ് അവിടെ കിടന്നിട്ടുണ്ട് ചാട്ടം. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ നോക്കണ്ട, ഞാൻ വരാൻ പറ്റുമെന്ന് പറഞ്ഞ് പെട്ടെന്ന് വണ്ടി എടുത്തിട്ട് സ്പീഡിൽ ഓടിച്ച് പോകാം. അപ്പൊ അതിനിടയ്ക്ക് ഞാൻ ഈ ഫോണൊക്കെ വിളിക്കുന്നുണ്ട്. അപ്പൊ ഈ ഫോണൊക്കെ സ്വിച്ച് ഓഫ് ആയി പോയിട്ട് അപ്പന്റെ ഫോൺ. ഞാൻ ഈ കിടന്ന് വെപ്രാളപ്പെട്ട് വിളിക്കാവുന്നവരെയൊക്കെ വിളിച്ച് അങ്ങനെ അവിടെ ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ഈ മനുഷ്യന്റെ പൊടി പോലും കാണാൻ ദൈവമേ ഇവിടെ കൊണ്ടുപോയി. അപ്പൊ ഞാൻ അവിടെ തമിഴാണ് അവർ പറയുന്നത്, തമിഴ്നാടാണ്. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചിട്ട് എനിക്ക് നമ്മുടെ തമിഴൊക്കെ ആരോടത്തിന് അറിയാം. അപ്പൊ എനിക്ക് ഒന്ന് ചോദിച്ചിട്ട് അവർ പറയുന്നത് അവർ ഏതാണ്ടൊക്കെ പറയും. ഞാൻ ഏതായാലും എൻ്റെ ഉള്ള തമിഴ് കൊണ്ട് പറഞ്ഞൊക്കെ മനസ്സിലാക്കി അവർ പറയാണ് ഈ പുള്ളിക്കാരൻ കയറി ഓട്ടോറിക്ഷയെ വിളിച്ച് ഓടാൻ പോയെന്ന് പറഞ്ഞു. ആരാണ്? ഈ 3 നിലയുടെ മണ്ടയിൽ വീണ ടീം ഒരു ഓട്ടോറിക്ഷയെ വിളിച്ചു. പ്രിയപ്പെട്ടവരെ, ഞാൻ ചെല്ലുമ്പോൾ തിരുവനന്തപുരത്ത് ജൂബിലി ഹോസ്പിറ്റലിൽ സാറ് തന്നെ പോയി അഡ്മിറ്റായിരിക്കുകയാണ്. ആര്? ഈ 72 വയസ്സുള്ള ടീം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എൻ്റെ അപ്പം 3 നിലയുടെ മണ്ടയിൽ വീണു. തന്നെ വണ്ടി വിളിച്ച് ആശുപത്രി പോയി അഡ്മിറ്റായി. ഞങ്ങൾ പോലും അറിയാതെ ഡിസ്ചാർജുമായി. ആ അപ്പന്റെ മകൻ 2006 ജൂലൈ മാസം 25-ാം തീയതി കാറ് കൊണ്ട് നേരെ പോയി സ്കൂൾ ബസ്സിലിട്ട് കൂട്ടിയിടിച്ചു. ഞാൻ നേരെ 20 അടി താഴ്ചയുള്ള കുഴിയിലേക്ക് പോയി. 4 മാസം കഴിഞ്ഞാണ് ആശുപത്രി വിട്ടത്. ചെറുത് പറയാം, ആർക്കാണ് ആരോഗ്യം? 72 വയസ്സുള്ള അപ്പന് 3 നിലയുടെ മണ്ടയിൽ വീണിട്ടും ഒരു കുഴപ്പമില്ലാതെ നടക്കും. ഡോക്ടറോട് പറയാണ് വേണം, ഞാൻ ഡോക്ടറെ ചികിത്സിക്കാന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ അവിടെ നടക്കുന്നത്. നമ്മൾ 20 അടി താഴ്ചയുള്ള കുഴി വീണിട്ട് നടുവും പൊട്ടി കാലും ഒടിഞ്ഞ് 3 മാസം കഴിഞ്ഞിട്ടാണ് വെളിച്ചം കാണുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആർക്കാണ് ആരോഗ്യം? കഴിഞ്ഞ തലമുറയ്ക്കോ നമുക്കോ? ആർക്കാണ്? കഴിഞ്ഞ തലമുറയ്ക്ക് ഇഷ്ടംപോലെ കൊച്ചുങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് ആ മക്കൾക്ക് ആരോഗ്യം ഉണ്ടായിരുന്നു. ഭക്ഷണത്തെ കുറിച്ചൊന്നും അവർ ആലോചിപ്പെട്ടില്ല. ഭക്ഷണം എങ്ങനെ ഉണ്ടാകുമെന്ന് ആലോചിപ്പെട്ട് പ്രയാസപ്പെട്ടില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ആരാധനയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ ആരെങ്കിലും ഈ വചനം സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ, ആത്മാവ് തൊട്ടിട്ടുണ്ടെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ശ്രദ്ധയോടുകൂടി ഈ വചനം കേൾക്കുക. നിങ്ങളുടെ സംഖ്യ കുറഞ്ഞു പോകരുത്. കുടുംബം അനുഗ്രഹിക്കപ്പെടാനുള്ള പ്രധാനപ്പെട്ട ഒരു വഴിയാണ് നിങ്ങളുടെ സംഖ്യ കുറഞ്ഞു പോകരുത്. ഇനി എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് പ്രായം കഴിഞ്ഞു, നിങ്ങൾക്ക് കുഞ്ഞുങ്ങളൊന്നും ഉണ്ടാകാനുള്ള സാധ്യതയില്ല. നിങ്ങൾ വ്യാപനപ്പെട്ട് ഞങ്ങൾ അയ്യോ അന്ന് കുഞ്ഞുങ്ങൾക്കൊന്നും ജന്മം കൊടുത്തില്ലല്ലോ എന്നോർത്ത് ഭാരപ്പെട്ടിരിക്കാതെ നിങ്ങളോട് ഞാൻ ഒരു പ്രത്യേക കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. അതായത് നിങ്ങളുടെ സ്വന്തം ഇഷ്ടമനുസരിച്ച്, താല്പര്യമനുസരിച്ച് കൂടുതൽ കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കാൻ മടി കാണിച്ച് വാർദ്ധക്യത്തിലെത്തിയവരാണെങ്കിൽ നിങ്ങൾ കുമ്പസാര കൂട്ടിൽ പോയി അത് പാപമാണ് അംഗീകരിച്ച് ഏറ്റു പറഞ്ഞ് മോചനം പ്രാപിക്കണം. സർവ്വത്തിൽ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. കൂടുതൽ കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കാനായി കർത്താവ് അവസരങ്ങൾ തന്നിട്ടുള്ളവര് കൂടുതൽ മക്കൾക്ക് ജന്മം കൊടുക്കണം. ഓരോ മക്കൾ കുടുംബത്തിലേക്ക് പിറവി കൊള്ളുമ്പോഴും കുടുംബത്തിന്റെ കെട്ടുകൾ അഴിയും, കുടുംബത്തിന്റെ ബന്ധനങ്ങൾ മാറും, കുടുംബത്തിലെ തകർച്ചകൾ വിട്ടുമാറും, കുടുംബം അനുഗ്രഹം പ്രാപിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് പ്രവേശിക്കാനായിട്ട് ഒരുങ്ങുകയാണ്. 1-2 കാര്യങ്ങൾ അതിന് മുമ്പേ സൂചിപ്പിക്കുന്നു. ഒന്നാമത്തെ കാര്യം ഇതാണ്: ഈ ആരാധനയുടെ സമയത്ത് നമ്മൾ പ്രധാനമായും 3 ശുശ്രൂഷകളാണ് നടത്തുന്നത്. ഒന്നാമത്തേത്, നമ്മൾ കർത്താവിനോട് പറയുകയാണ്, കർത്താവേ, ചില മാറാരോഗങ്ങളെ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് അയക്കരുത്, എന്നേക്കുമായി അവയെ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മാറ്റിക്കളയണം.
ഞാൻ ചില തെറ്റിദ്ധാരണകൾ മാറാവുന്ന കാര്യങ്ങൾ പറയാം. ഒന്ന്, ഉദാഹരണത്തിന് ഇന്ന് പ്രവാസികളുടെയും പല കുടുംബങ്ങളിലും ഞാൻ കണ്ട ഒരു രോഗമാണ് ക്യാൻസർ രോഗം. അതാരുടെയും പാപം കൊണ്ട് തെറ്റുകൊണ്ട് സംഭവിക്കുന്ന രോഗമൊന്നുമല്ല. അത് ഇന്നത്തെ ഭക്ഷണക്രമത്തിലും ഇന്നത്തെ ജീവിത സാഹചര്യത്തിലും ഇന്നത്തെ പൊല്യൂഷനിലും നമ്മൾ ജീവിക്കുന്ന ജീവിത സാഹചര്യത്തിലും ക്യാൻസർ എന്ന് പറയുന്ന മാറാരോഗം കടന്നു വരാനുള്ള സാധ്യതയുണ്ട്. കുവൈറ്റിൽ വേറൊരു പ്രത്യേകത ഉള്ളത്, ഞാൻ പറയുന്നത് ശരിയാണോ എന്ന് എനിക്ക് ഉറപ്പൊന്നുമില്ല, എൻ്റെ ചിന്തയിലാണ്. അതായത് കുവൈറ്റ് യുദ്ധം നടന്നൊരു സ്ഥലമാണിത്. അതുകൊണ്ട് തന്നെ യുദ്ധത്തിന്റെ കെടുതികളുടെ അനന്തരഫലമായി അന്തരീക്ഷത്തിൽ പലപ്പോഴും ചില കെമിക്കലുകൾ, ചില കാര്യങ്ങളൊക്കെ അവശേഷിക്കാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ ഒരു തോന്നലാണ്. അതുകൊണ്ട് ഞാൻ മറ്റ് ഗൾഫ് രാജ്യങ്ങളിലുള്ളതിനേക്കാൾ കൂടുതൽ ക്യാൻസർ രോഗത്തിന്റെ സാധ്യത ഇവിടെ ഉള്ളതുപോലെ എനിക്ക് തോന്നുന്നു. എനിക്ക് ഉറപ്പില്ലാത്ത കാര്യം നമ്മൾ ആധികാരികമായിട്ട് പറയാൻ പാടില്ലല്ലോ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രണ്ടാണ് കാരണം, ശ്രദ്ധിച്ച് കേൾക്കുക. ഒന്നാമത്തേത് ചിലപ്പോൾ അന്തരീക്ഷത്തിലെ പ്രത്യേകതകൾ ഉണ്ടാവാം. രണ്ടാമത്തേത് ഭക്ഷണക്രമമാണ്. ശ്രദ്ധിച്ച് കേൾക്കുക. ചില ഭക്ഷണക്രമങ്ങളും ഭക്ഷണ രീതികളും നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റിയെന്ന് വരില്ല. കാരണം ഇവിടുന്ന് നാട് വിട്ട് ഓടാനൊന്നും പറ്റില്ല. എന്ത് ചെയ്യണം? അതാണ്, ശ്രദ്ധിച്ച് കേൾക്കുക. എന്ത് ചെയ്യണം? ഇപ്പോൾ ഈ ആരാധനയുടെ സമയത്ത് കർത്താവിന്റെ അഭിഷിക്തർ, പൗരോഹിത്യം ദൈവം ദാനമായി നൽകിയ ശുശ്രൂഷകര്, 4-5 വൈദികര് ഈ വേദിയിലുണ്ട്. ദിവ്യകാരുണ്യ ആരാധനയുടെ പ്രാർത്ഥന നടക്കുന്ന സമയത്ത് ഈ വൈദികര് ഇവിടെ നിന്ന് മാറാരോഗങ്ങളെ, പകർച്ചവ്യാധികളെ സമൂഹത്തിൽ നിന്ന് ബന്ധിച്ച് ബഹിഷ്കരിച്ച് പ്രാർത്ഥിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ബോധ്യമുള്ള ഒരു മേഖല ഇതാണ്. ഒരു വൈദികൻ വിശ്വാസത്തിൽ ബോധ്യപ്പെട്ട് ദൈവജനത്തിന്റെ ഇടയിലേക്ക് ചില കാര്യങ്ങൾ സംഭവിക്കരുതെന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും സംഭവിക്കുകയില്ല. അത് 100% ഉറപ്പാണ്. ആ കാര്യത്തിൽ ഒരുപാട് അനുഭവങ്ങൾ എൻ്റെ മനസ്സിലുണ്ട്. പ്രത്യേകിച്ച് ഞാൻ ഈ നേരത്തെ പറഞ്ഞ കോളനിയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ താമസിക്കുമ്പോൾ വൈറൽ ഫീവറൊക്കെ പകർന്നു പിടിക്കുന്ന സമയത്ത് വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് ഈ ജനത്തെ മുഴുവൻ വിളിച്ചു കൂട്ടിയിട്ട്, കർത്താവ് ഈ പാവപ്പെട്ടവർ താമസിക്കുന്ന സ്ഥലത്ത് പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കരുത് എന്ന് പറഞ്ഞ് കർത്താവിന്റെ നാമത്തിൽ ബന്ധിച്ച് പ്രാർത്ഥിച്ച ഓരോ സന്ദർഭങ്ങളിലും പകർച്ചവ്യാധികൾ മാറി നിന്ന അനുഭവങ്ങൾ എൻ്റെ മനസ്സിലുണ്ട്. ഞാൻ എന്റെ ഇപ്പോൾ ശുശ്രൂഷയിൽ ഇടവകയിലും ഓരോ 3 മാസത്തിനിടയിലും ഓരോ മേഖലകൾ, ക്യാൻസർ രോഗം, ആത്മഹത്യ, പകർച്ചവ്യാധികൾ, അപകട മരണങ്ങൾ ഇവയുണ്ടാവരുമെന്ന് പറഞ്ഞ് ദൈവജനത്തെ നിർത്തി സംരക്ഷണ പ്രാർത്ഥന നടത്തി അവർക്ക് ചുറ്റും രക്തത്തിന്റെ വേലി കെട്ടി പ്രാർത്ഥിക്കും. ആ ബോധ്യത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ഇന്ന് ഈ മരിയോത്സവം നടക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഇവിടെ സംഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ അത്ഭുതമാണ്. പ്രിയപ്പെട്ടവരെ, ഈ മരിയോത്സവത്തിൽ വിശ്വാസത്തോടെ സംബന്ധിക്കുന്ന ഒരു കുടുംബത്തിലും ഇനി അപകട മരണം ഉണ്ടാവരുത്, ക്യാൻസർ ഉണ്ടാവരുത്, ആത്മഹത്യ ഉണ്ടാവരുത്, പകർച്ചവ്യാധികൾ ഉണ്ടാവരുത്. സ്വരമുയർത്തി പറയാം ഹല്ലേലൂയ. അങ്ങനെ വിശ്വസിച്ച് ഒരു കുടുംബം ഇവിടെ നിന്ന് കണ്ണുനീരോടെ ശുശ്രൂഷയിൽ പ്രാർത്ഥിച്ചാൽ യേശുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് കാര്യം പറയുന്നു, അത് ആ പകർച്ചവ്യാധി, ആ ദുരന്തം നിങ്ങളുടെ കുടുംബങ്ങളെ മാറിപ്പോകും. സംഹാരദൂതൻ ഈജിപ്തിലെ കുടുംബങ്ങളെ സംഹരിച്ചപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ട മക്കളെ അത് സ്പർശിക്കാതെ കടന്നുപോയത് കുഞ്ഞാടിന്റെ രക്തം തളിച്ച് പ്രാർത്ഥിച്ചപ്പോഴാണ്. കുഞ്ഞാടിന്റെ രക്തം തളിക്കപ്പെട്ട കുടുംബങ്ങളുടെ കട്ടിള വാതിലുകളിൽ തളിക്കപ്പെട്ട രക്തം കണ്ടപ്പോൾ സംഹാരദൂതൻ ആ കുടുംബങ്ങളെ വിട്ടുപോയി എന്ന് പറഞ്ഞത് കെട്ടുകഥയായി കരുതരുത്. ഇന്ന് നീ വിശ്വസിച്ച് ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചാൽ യേശുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ആ സംരക്ഷണ പ്രാർത്ഥനയിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നവരുടെ കുടുംബത്തിന് ചുറ്റും യേശു തന്റെ രക്തം കൊണ്ട് കോട്ട കെട്ടും. നിങ്ങളുടെ മക്കൾക്ക് മീതെ, ജീവിത പങ്കാളിക്ക് മീതെ, കുടുംബാംഗങ്ങൾക്ക് മീതെ, മാതാപിതാക്കൾക്ക് മീതെ യേശുവിന്റെ രക്തം കോട്ട കെട്ടി സംരക്ഷിക്കും. വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. വലുതരത്തിൽ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്വരമുയർത്തി ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് പൗരോഹിത്യത്തെ കർത്താവ് നമുക്ക് തന്നത് ജനത്തെ ആശീർവദിക്കാനും. ജനത്തിന്റെ ഇടയിൽ മഹാമാരി ഉണ്ടായപ്പോൾ അഹരോൻ എന്താണ് ചെയ്തത്? അഹരോൻ ധൂപ കലശം എടുത്ത് അതിൽ കുന്തിരിക്ക വിട്ട് ജനത്തിന്റെ മധ്യയിൽ വീശി പകർച്ചവ്യാധിയെ മാറ്റി നിർത്തി. പ്രിയപ്പെട്ടവരെ, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ മോശയും അഹരോനും ഉണ്ട്. അവിടെ മോശയാണ് സത്യത്തിൽ ദൈവത്തോട് കൂടുതൽ അടുത്ത് നിൽക്കുന്നത്. പക്ഷെ ദൈവം എന്താ പറഞ്ഞെന്നറിയാമോ? ദൈവം പറഞ്ഞു, അഹരോനോട് പറയുക, ധൂപകുറ്റി എടുത്തുകൊണ്ട് ജനങ്ങളുടെ നേരെ വീശി പകർച്ചവ്യാധികളെ ശാസിക്കാൻ അഹരോനോട് പറയുക. എന്തുകൊണ്ട് മോശയോട് പറഞ്ഞില്ല? മോശയല്ല പുരോഹിതൻ, അഹരോനാണ് പുരോഹിതൻ. പൗരോഹിത്യത്തിനാണ് ബൈബിളിൽ ജനത്തിന്റെ എല്ലാ ദുരന്തങ്ങളെയും ശാസിച്ച് പ്രാർത്ഥിക്കാനുള്ള അധികാരം കർത്താവ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് പൗരോഹിത്യം പ്രാർത്ഥിച്ചാൽ അത് സംഭവിക്കും. വിശ്വസിക്കുന്നവരുടെ കുടുംബത്തിൽ നിന്ന് അത് മാറിപ്പോകും. അതുകൊണ്ട് ആരാധനയുടെ സമയത്ത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ആരാധന
തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഇരിക്കാൻ ഒരു സന്ദർഭമില്ല. ഒരു 20-25 മിനിറ്റ് കൊണ്ട് ആരാധന ശുശ്രൂഷ ചിലപ്പോൾ സമാപിച്ചേക്കും. ഇരിക്കാൻ നമുക്ക് പിന്നീട് പറ്റുകയില്ല. അതുകൊണ്ട് ഞാൻ എല്ലാ നിർദ്ദേശങ്ങളും പറഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ എഴുന്നേൽക്കുക. പിന്നീട് ഒരു ഇരിപ്പില്ല. അതുകൊണ്ട് നിന്ന് കഴിയുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്: കുറെ കൂടി അടുത്ത് നിൽക്കുക. എനിക്ക് വലിയ സങ്കടം തോന്നി. അനേകം ആളുകൾ ഗേറ്റിന്റെ അവിടെയൊക്കെ ഇരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ, പ്രത്യേകിച്ച് ആ ടോയ്ലറ്റിന്റെ ഭാഗത്തുള്ള ഇടനാഴിയിൽ അവിടെയുള്ള ഹോളുകളിലൊക്കെ നമ്മുടെ പാവ മനുഷ്യര് അവിടെ ഈ വലിയ ദാഹത്തോടെ ആഗ്രഹത്തോടെ മാതാവിന്റെ മാധ്യസ്ഥത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് അവിടെ നിൽക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവരും ഈ ആരാധന തിരുവോസ്തിയുടെ മുമ്പിലേക്ക് വരാൻ ഒരു ഇഞ്ചിയൊന്ന് മാറി നിന്നാൽ ചിലപ്പോൾ പറ്റിയെങ്കിലോ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ആരാധനയുടെ സമയത്ത് കുഞ്ഞുങ്ങൾ ആരും സ്റ്റേജിലേക്ക് വരണ്ട. പക്ഷേ ഞാൻ നിങ്ങൾ പറയുന്ന മുതിർന്ന ആളുകൾക്ക്, പ്രത്യേകിച്ച് പുരുഷന്മാർക്ക് കുറച്ച് പേർക്ക് വേണമെങ്കിൽ ഈ ഭാഗത്ത് 2 സൈഡിലുമായിട്ട് നിൽക്കാം. കുറച്ച് പേർക്ക് കൂടെ നമ്മൾ ഇവരെ അകത്തോട്ട് കയറ്റാൻ വേണ്ടി, കുറച്ച് മുതിർന്നവർക്ക് പുരുഷന്മാർക്ക് വേണമെങ്കിൽ, അല്ലെങ്കിൽ കുറച്ച് സ്ത്രീകൾക്ക് ഈ ഭാഗത്ത് വേണമെങ്കിൽ വന്ന് പുരുഷന്മാർ മതി. കുറച്ച് പുരുഷന്മാർക്ക് വേണമെങ്കിൽ ഈ ഭാഗത്തേക്ക് 2 വശത്തായിട്ട് വന്ന് നിൽക്കാം. അപ്പോൾ കുറേ അവിടെ നിൽക്കുന്ന ആളുകൾ കൂടെ വരാനായിട്ട് പറ്റും. പിന്നെ നിന്ന് കഴിയുമ്പോൾ കുറച്ചുകൂടെ സ്ഥലം കിട്ടും. പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കുക, ഈ ആരാധനയുടെ സമയത്ത് മൈക്കിലൂടെ നിങ്ങൾ പ്രാർത്ഥന നിർത്തുക എന്ന് പറഞ്ഞാൽ അല്ലാതെ നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനയും കണ്ണുനീരും നിലവിളിയും നിർത്തരുത്. അതായത് അടുത്ത് നിൽക്കുന്നവരെ ഒന്നും നിങ്ങൾ നോക്കണ്ട. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നമുക്കൊരു ദുരിതം വന്നാൽ, ഒരു അപകടം വന്നാൽ, ഒരു രോഗം വന്നാൽ, തകർച്ച വന്നാൽ കുറച്ച് ആളുകളൊക്കെ നമ്മുടെ കൂടെ കാണും ചിലപ്പോൾ. പക്ഷേ നമ്മൾ ആരെ ഭയപ്പെട്ടിട്ടാണോ ദൈവത്തെ വിളിക്കാൻ മടി കാണിക്കുന്നത്, നമ്മൾ ആരെ ഭയന്നിട്ടാണോ ഈ ശുശ്രൂഷകൾ മിണ്ടാതെ വാമൂട്ടി പഞ്ചപഞ്ചം അടക്കി നിൽക്കുന്നത്, അവരാരും നമ്മളെ സഹായിക്കാനൊന്നും ഉണ്ടാവില്ല. ഇത് ദൈവസന്നിധിയാണ്. ഈ ദൈവസന്നിധിയിൽ നീ കണ്ണുനീരോടെ വിളിക്കുക. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കരഞ്ഞ് പ്രാർത്ഥിക്കാൻ ദൈവം നിനക്കൊരു പ്രചോദനം തന്നാൽ നീ വേറെ ആരെയും നോക്കരുത്. അടുത്ത് നിൽക്കുന്ന ആളുകൾ ശ്രദ്ധിക്കരുത്. ഞാൻ ഇന്ന ജോലിക്കാരനല്ലേ, ഇന്ന സ്റ്റാറ്റസുള്ള ആളല്ലേ, ഞാൻ ഇന്ന വീട്ടിലെ ആളല്ലേ, എനിക്ക് കിട്ടുന്ന ശമ്പളം ഇത്ര കുവൈറ്റ് ദിനാറല്ലേ, ഞാനിങ്ങനെ പ്രാർത്ഥിച്ചാൽ വല്ലവരും എന്നെ നാണക്കേടാണെന്ന് വിചാരിക്കില്ലേ? എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ദുരഭിമാനം കൊണ്ട് നമ്മളൊന്നും നേടാൻ പോകുന്നില്ല. നിന്റെ കുടുംബത്തിലേക്ക് അനുഗ്രഹം വരണമെങ്കിൽ നീ കരഞ്ഞ് പ്രാർത്ഥിക്കണം. നിന്റെ കുടുംബത്തിലേക്ക് കൃപ വരണമെങ്കിൽ നീ ദൈവത്തെ വിളിക്കണം. നിയമാവർത്തനം 4:7 നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം എത്ര അടുത്തുള്ള വേറെ ഏത് ജനതയാണുള്ളത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ഞങ്ങളുടെ കാര്യം ഓർമ്മിക്കുകയാണ്. കരഞ്ഞ് പ്രാർത്ഥിക്കണം, കർത്താവിനെ നിലവിളിച്ച് പ്രാർത്ഥിക്കണം. ഇവിടെ വൈദിക സഹോദരങ്ങള് ബന്ധന പ്രാർത്ഥന നടത്തുന്ന സമയത്ത് വെഞ്ചരിച്ച വെള്ളം നിങ്ങളുടെ മീതെ തളിച്ച് പ്രാർത്ഥിക്കും. അതിനുശേഷം ആദ്യം നമ്മുടെ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. രണ്ടാമത് ഇങ്ങനെയുള്ള പകർച്ചവ്യാധികളൊക്കെ വിട്ടുപോകാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും. മൂന്നാമതായിട്ട് പലതരത്തിലുള്ള വ്യക്തിപരമായ നിയമങ്ങളുണ്ട്. വിസായുടെ തടസ്സം, ജോലി സംബന്ധമായ തടസ്സം, മക്കളെ ഓർത്തുള്ള ആകുലത, 100 കണക്കിന് മധ്യസ്ഥ പ്രാർത്ഥനകൾ നിങ്ങൾ നിയമങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട്. ആ മേഖലകളൊക്കെ നമുക്ക് പറയാനും ഓർമ്മിക്കാനും പറ്റുന്ന മേഖലകളൊക്കെ പറഞ്ഞ് നമ്മൾ ഏതാനും മിനിറ്റുകൾ പ്രാർത്ഥിക്കും. അതേ തുടർന്ന് ദിവ്യകാരുണ്യ പ്രദക്ഷിണം നടക്കും. അപ്പോൾ ആ സമയത്ത് 2 വശത്തും നമ്മൾ കുറച്ച് സ്ഥലം മാത്രം നടുക്ക് ഒഴിച്ചിട്ട് കൊടുക്കുക. ദിവ്യകാരുണ്യ പ്രദക്ഷിണം അതിൽ ആ വഴി വന്ന് വോളണ്ടിയേഴ്സ് അതിനുള്ള ഗൈഡൻസ് കൊടുത്ത് കുർബാന വേദിയിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് പ്രിയപ്പെട്ടവരെ, നമ്മൾ എഴുന്നേറ്റ് 2 വശങ്ങളിൽ നടുക്ക് സ്ഥലമിട്ട് നിൽക്കണം. ആരാധന കഴിഞ്ഞിട്ട് വീണ്ടും ജനത്തിന്റെ മധ്യയിലൂടെ പരിശുദ്ധ കുർബാന എഴുന്നേറ്റ് ആശീർവദിക്കും. അനേകം അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും മാനസാന്തരങ്ങളും വിടുതലുകളും സംഭവിക്കുന്ന സമയമാണ് പരിശുദ്ധ കുർബാനയുടെ പ്രദക്ഷിണത്തിന്റെ സമയം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് പരമാവധി ആളുകളെ നമുക്ക് ഈ തുറസായ സ്ഥലത്തേക്ക് പ്രവേശിപ്പിക്കാൻ സാധിക്കുമെങ്കിൽ നമ്മൾ പരമാവധി ആളുകളെ, എത്രയും ആളുകളെ പ്രവേശിക്കാം, അത്രയും ആളുകളെ പ്രവേശിപ്പിക്കാം.